യാ അപ്പം തുടങ്ങടാ. യാ അപ്പം ഇനി നമുക്കിന്ന് പാർട്ട്ണർഷിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അല്ലെ. പാർട്ട്ണർഷിപ്പ്, അപ്പൊ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് മെയിൻലി അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും കാര്യമുള്ളത്. അതേപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരു ഏരിയ ഉണ്ട് അല്ലെ. ആ ഇൻട്രൊഡക്ഷന്റെ ഏരിയ ഒക്കെ നമുക്ക് എന്താ അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മളെ ഗുഡ് വിൽ കാൽക്കുലേഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവില്ലേ? അല്ലെ, ഏതൊക്കെ മെത്തേഡ്സ് ഉള്ളത്? അതിൽ നമുക്ക് സിമ്പിൾ ആവറേജ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഉണ്ട്, അതേപോലെ തന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉണ്ട്, പിന്നെ ആനുവിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ബട്ട് അതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഈ മെത്തേഡ്സ് ത്രൂ ഒക്കെ അല്ലെ, ഇത്രയും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? ഗുഡ് വില് ഫൈൻഡ് ചെയ്യാനുള്ള, ഗുഡ് വില്ലിന്റെ വാല്യൂ വാല്യുവേഷൻ നടത്താനുള്ള, വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് നമുക്ക് മെയിൻലി ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് അഡ്മിഷൻസും റിട്ടയർമെന്റ് ആണ് മെജോറിറ്റി വന്നിട്ടുള്ളത്. ഡെത്തും വന്നിട്ടുണ്ട്, അതുപോലെ ഡിസൊല്യൂഷൻസും. ഇടയ്ക്ക് അവർക്ക് ഇടയ്ക്ക് തോന്നുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് പൊതുവെ എന്ത് ചെയ്യാറ്, ഡെത്തും ഡിസൊല്യൂഷൻസും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബട്ട് മെജോറിറ്റി കേസിലും എപ്പോഴും അവർ സ്റ്റിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്മിഷനും റിട്ടയർമെന്റും തന്നെയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസിലെ ഈ മെയിൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന് മെയിനായിട്ട് സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും മെത്തേഡാണ് മെയിനായിട്ട് അറിയേണ്ടത്. മറ്റു രണ്ട് മെത്തേഡ്സും ആ മെയിൻ ക്വസ്റ്റ്യൻസിൽ അവരധികം എന്ത് ചെയ്യാറില്ല, ടെസ്റ്റ് ചെയ്യാറില്ല. ബട്ട് ഞാൻ വരില്ല എന്ന് പറയുന്നില്ല. ചിലപ്പം സെപ്പറേറ്റ് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഗുഡ് വാല്യുവേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ ചെറിയൊരു മാർക്കിന് സെപ്പറേറ്റ്ലി ഈ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അറിഞ്ഞിരിക്കണം. ബട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ പോകുന്നില്ല. കാരണം ഇതൊരു ക്രാഷ് പോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്ന് റീവൈൻഡ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം, അതായത് ആ ടോപ്പിക്കിലൊരു, അതായത് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ മുമ്പ് ഓൾറെഡി ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ എങ്ങനെയാണ് വാല്യുവേഷൻ നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇപ്പം ഈ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് പക്ക ബേസിക് ആയിട്ട് ഡീപ്പായിട്ട് ഒന്നും അറിയാത്തൊരു സ്റ്റുഡൻറ്റിന് എടുക്കുന്നത് പോലെ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം തീരെ ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട്, ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന അറ്റാച്ച് ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് റെഡിയാക്കാം. ഓക്കെ, അപ്പം നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാർട്ട്ണർഷിപ്പിൽ സാധാരണ സംഭവിക്കുന്ന ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. അത് നമ്മൾ സോൾ പ്രൊപ്പറേറ്ററിലൊക്കെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് എവിടെയും ചെയ്യുക. ആ കേസസിലൊക്കെ എവിടെയും ചെയ്യാം, പാർട്ട്ണർഷിപ്പിലും ചെയ്യാം. ബട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കും, ഈ ബിസിനസ്സിന് ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യാം, പുതുതായിട്ട് ഒരു പാർട്ട്ണർ, ഓണറേയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെ ഓൾറെഡി ഉള്ള ഓണർ എന്താവാം, നമ്മൾ ബിസിനസ്സിൽ നിന്ന് പോവാം. ഓക്കെ, അതൊക്കെയാണ് ഈ അഡ്മിഷൻ, റിട്ടയർമെന്റ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ സോൾ പ്രൊപ്പറേറ്ററിൽ സംഭവിക്കില്ല, കാരണം അവിടെ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ അഡീഷണലി വരുന്ന കുറച്ച് ഐറ്റംസ് ആണ്. ഓക്കെ, ഇവിടെ പാർട്ട്ണർഷിപ്പിൽ. അതുകൊണ്ടാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പം എന്തൊക്കെയാണ്, അതായത് ഒരാൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാൾ റിട്ടയർ ആവുന്ന സമയത്ത്, ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് എന്താണ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന പ്രശ്നം? അതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതായത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്ലസ് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിയാമോ, അക്കൗണ്ടൻസിയിൽ ബേസിക് ആയിട്ട് എങ്ങനെ ജേർണലും പോസ്റ്റിങ്ങും നടക്കുന്നു എന്നുള്ള ബേസിക് കാര്യങ്ങളും നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അതായത് നമ്മൾ ഒരു ബിസിനസ്, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ, ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു പുതിയതായിട്ടൊരു പാർട്ട്ണർ വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പാർട്ട്ണർ പോകുന്ന സമയത്തോ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബിസിനസ്സിൽ അതുവരെ എന്തുണ്ടാവും,
ഒരു ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി പ്രോഫിറ്റും കാര്യങ്ങളും ബിസിനസ് റണ്ണ് ചെയ്ത് അതുവരെ എന്ത് കിട്ടിയിട്ടുണ്ടാവാം, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം ഇപ്പം അതിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ആരൊക്കെയാണോ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്, ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നതിന് ഓണർഷിപ്പിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നതിന് മുമ്പ്, ഓക്കെ, അതിനു മുമ്പ് ഇപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ അവർക്കാണ് ഈ എൻറ്റയർ ബാലൻസ് ഷീറ്റിലുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ, എൻറ്റയർ ബാലൻസ് ഷീറ്റ് അതായത് ആ ബിസിനസിന്റെ നെറ്റ് വർത്ത് എന്താണോ, നെറ്റ് വർത്ത് മീൻസ് ആ ബിസിനസ്സിലെ എൻറ്റയർ അസറ്റിൽ നിന്ന് ഔട്ട്സൈഡിലുള്ള ലയബിലിറ്റീസ് ഇല്ലേ, ഔട്ട്സൈഡേഴ്സിന്റെ ലയബിലിറ്റി, ആ ലയബിലിറ്റീസ് ഒക്കെ മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെയാണ് നെറ്റ് വർത്ത്, നെറ്റ് അസറ്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കുക. ഓക്കെ, അതിന്റെ എൻറ്റയർ റൈറ്റ് ഉള്ളത് ഇപ്പം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ, അതായത് ആ ചേഞ്ച് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരൊക്കെയാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അവരെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണോ അത് ആ റേഷ്യോയിലാണ് അവർക്ക് ഇതിന്റെ ഈ നെറ്റ് വർത്തിന്റെ മുകളിൽ അവർക്ക് എന്തുള്ളത്, ഓരോരുത്തർക്കും അവകാശമുള്ളത്. ഓക്കെ, സിമ്പിളി ഈ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള അസറ്റ് എന്ന് ഇപ്പോഴത്തെ സൈഡിലുള്ള ഇതുവരെയുള്ള ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് ഒക്കെ കുറച്ച ഫിഗർ അല്ലേ നെറ്റ് അസറ്റ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അല്ലെ, ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് എന്ന് പറയാം അല്ലെ. അതായത് നമ്മളെ ഷെയർ ഓണേഴ്സിന്റെ ഫണ്ട് അല്ലെ, ഓണേഴ്സിന്റെ ഫണ്ട് എന്ന് വിളിക്കുന്നതാണ് എന്ത്, അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ, അതേപോലെ അവർ ഇത്രയും കാലം ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രോഫിറ്റുകൾ, അതൊക്കെയാണ് ഒരു ബിസിനസിന്റെ എന്ത് എന്ന് പറയുന്നത്, നെറ്റ് വർത്ത്. അതിൽ ആർക്ക് മാത്രമാണ് അവകാശമുള്ളത്, ഇപ്പം ആ ചേഞ്ച് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഏത് രീതിയിലാണ് അവർക്ക് അവകാശമുള്ളത്, അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണോ ആ റേഷ്യോയിലാണ് അവർക്ക് ഈ ബിസിനസിന്റെ മുകളിൽ ഓരോരുത്തർക്കും റൈറ്റ് ഉള്ളത്. ഓക്കെ, അങ്ങനെ മോൾഡ് ചെയ്ത് വെച്ച ഈ ബിസിനസ്സിൽ ആ ഓണർഷിപ്പിൽ ഒരു ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. ഓണർഷിപ്പിൽ ചേഞ്ച് അഡ്മിഷൻ ത്രൂ ആവാം, ഡെത്ത് ത്രൂ ആവാം, റിട്ടയർമെന്റ് ത്രൂ, ആ ഓണർഷിപ്പിൽ ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് ഒന്നിക്കൽ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിലേക്ക് പുതിയൊരാൾ വരുന്നു. അതാണ് നമ്മളിപ്പം നോക്കാൻ വന്ന ചാപ്റ്റർ അഡ്മിഷൻ. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിൽ ഒരാൾ പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് കുറച്ച് പാർട്ട്നേഴ്സിന് എന്ത് സംഭവിക്കും, ഓക്കെ, ഈ ഒരു ചേഞ്ച് കാരണം എന്ത് വരും, കുറച്ച് ഗെയിന് സംഭവിക്കാം. കുറച്ച് പാർട്ട്നേഴ്സിന് എന്ത് സംഭവിക്കാം, സാക്രിഫൈസ് സംഭവിക്കാം. കുറച്ച് പാർട്ട്നേഴ്സിന് ഇനി മുതൽ അങ്ങോട്ടേക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിന്റെ ലാഭം ഇനി ചില പാർട്ട്നേഴ്സിന് അങ്ങോട്ടേക്ക് കിട്ടില്ല. അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ചില പാർട്ട്നേഴ്സിന് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിനേക്കാളും അല്ലെങ്കിൽ അതിന്റെ നെറ്റ് അസറ്റിന്റെ ഷെയറിനേക്കാളും ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഷെയർ കിട്ടാൻ അല്ലെ, അങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിലാണ് ഗെയിൻ എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു ഗെയിനോ എന്തോ സംഭവിക്കുന്നുണ്ട്, സാക്രിഫൈസോ സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഗെയിനോ സാക്രിഫൈസോ ചെറിയൊരു കാര്യം, അതായത് വെറുതെ ഒരാളും എന്ത് ചെയ്യില്ല, ഇപ്പൊ ഉദാഹരണം പറയുകയാണ്, ഇപ്പം ഉള്ള ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു നെറ്റ് വർത്ത്, ഈ ഒരു നെറ്റ് അസറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് നല്ല കഷ്ടപ്പാട് പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കെ വെറുതെ അവരെന്ത് ചെയ്യില്ല, ഒറ്റയടിക്ക് അവർ ഇത്രയും കാലം കിട്ടിക്കൊണ്ട ലാഭത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർ പാർട്ട്നേഴ്സ് ഈസിലി തയ്യാറാവില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അവർ കുറച്ച് ആൾക്കാർക്ക് ഗെയിനും കുറച്ച് ആൾക്കാർക്ക് സാക്രിഫൈസും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗെയിന് സംഭവിക്കുന്നവർ ഹാപ്പി ആയിരിക്കും, ബട്ട് സാക്രിഫൈസ് സംഭവിക്കുന്നവർ അത്ര ഹാപ്പി ആയിരിക്കില്ല. കാരണം അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ഓറ അല്ലെ, ഓക്കെ, ആ ഒരു സാധനം, ആ ഓറ, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാമായിരിക്കും ഗുഡ് വിൽ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം. ഓക്കെ, അതിപ്പോ ഇനി മുതൽ അതിലൊരു മാറ്റം വരാൻ പോവുകയാണ്. അവർ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ ഇത്ര വരെ കിട്ടിക്കൊണ്ടിരുന്ന ഇനി കിട്ടില്ല, അതിനേക്കാളും കുറവ് ഇനി കിട്ടുള്ള സാക്രിഫൈസ് ആണ് അവർക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബട്ട് അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് അവർക്ക് ഒരു റിവാർഡ് കിട്ടണ്ടേ. ഓക്കെ, ആ റിവാർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷനോ റിട്ടയർമെന്റോ എത്തോ സംഭവിക്കുന്ന സമയത്ത് അവർ ഇത്രയും കാലം ക്രിയേറ്റ് ചെയ്ത് വെച്ച അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് ഇപ്പോഴേ എന്ത് ചെയ്യുക, അവർക്ക് കൊടുത്തിട്ട് അവർ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാവരും വീതിച്ച് കൊടുത്തതിന് ശേഷം മാത്രം പോകേണ്ടവർക്ക് പോവാം, ഇനി പുതിയ ആൾക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യാം, വരാം. അതാണ് ഇവിടെ ആക്ച്വലി സംഭവിക്കാൻ വേണ്ടി പോകുന്നത്.
ക്ലിയർ അല്ലേ? അപ്പം അവർ ഇത്രയും അപ്പം മെയിൻ ആയിട്ട് പറയും ഈ ബാലൻസ് ഷീറ്റിൽ പറയുകയാണെങ്കിൽ ഓക്കെ, ഈ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞ പോർഷൻ, അതായത് ക്യാപിറ്റൽ പ്ലസ് അവർ റിസർവ്സ്. ആ റിസർവ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്, ഈ നെറ്റ് അസറ്റിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. എന്ത്, ഇവിടെ ക്യാപിറ്റൽ, അതേപോലെ തന്നെ എന്തുണ്ടാവും, റിസർവ്സ്. ഓക്കെ, ക്യാപിറ്റൽ ഓൾറെഡി ആ പാർട്ട്നേഴ്സിന്റെ ഓരോരുത്തരുടെ പേരിലും സെപ്പറേറ്റ്ലി വീതിച്ച് വെച്ച് കൊടുത്തതായിരിക്കും. അതായത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനില്ല, വീതിച്ച് വെക്കാനൊന്നുമില്ല. കാരണം ഓൾറെഡി അവരവരുടെ പേരിൽ വീതിച്ചതായിരിക്കും ആ ക്യാപിറ്റൽ. അതിൽ പ്രത്യേകിച്ച് ഇനി എന്ത് ചെയ്യാൻ പോകുന്നില്ല, പ്രശ്നം വരാൻ പോകുന്നില്ല. കാരണം അവർക്ക് കിട്ടേണ്ട പൈസ കൃത്യമായിട്ട് അവരവരുടെ ക്യാപിറ്റൽ എന്നുള്ള പേരിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ, റിസർവ്സ്. ആ റിസർവ്സ് എന്ന് പറയുന്നത് ആരെ പേരിലും മാറ്റി വെച്ചിട്ടില്ല, പകരം അതൊരു വേറെ തന്നെ അക്കൗണ്ടിലാണ് ഉള്ളത്. അപ്പം റിസർവ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ബിസിനസ്സിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10,000 റിസർവ്സ് ഉണ്ട്. ഓക്കെ, എത്ര റിസർവ്സ് ഉണ്ട്, 10,000 റിസർവ്സ് ഉണ്ട്. ഓക്കെ, ആ 10,000 റിസർവ്സ് ഇത്രയും കാലം, ഓക്കെ, അതായത് എയും ബിയും, ഓക്കെ, ആരൊക്കെ, എയും ബിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, എയും ബിയും ആണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടായ ആ 10,000 പ്രോഫിറ്റ് ആര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, എയും ബിയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ബട്ട് അവർ ഇതുവരെ അത് വീതിച്ചെടുത്തിട്ടൊന്നുമില്ല. പകരം എന്താ ചെയ്തേ, വേറെ തന്നെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ അത് എന്ത് ചെയ്ത് വെച്ചു, മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം അവർ ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താ പറയാ, ഒരു ഈക്വൽ എന്ന് പറയല്ലേ. ഓക്കെ, 1:1 റേഷ്യോയില്. ഓക്കെ, അതായത് ഇതാണ് അവരെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഇതിൽ അവകാശമുണ്ട്. എങ്ങനെ അവകാശം, 5,000 എക്കും മറ്റൊരു 5,000 ആർക്കും അവകാശമുണ്ട്, ബിക്കും അവകാശമുണ്ട്. ബട്ട് രണ്ടുപേരും ഇതുവരെ അവരുടെ പേരിലേക്ക് അത് മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ബിസിനസിന്റെ നോർമൽ വേറെ തന്നെ അക്കൗണ്ടിലാണ് ഉള്ളത്. ഓക്കെ, അവരിപ്പം ചെയ്യാൻ പോവുകയാണ്, സി എന്ന് പറഞ്ഞ പാർട്ണർ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം ഇനി മുതൽ അങ്ങോട്ടേക്ക് ഈ ബിസിനസ്സിൽ എയും ബിയും ആരും ഉണ്ടാവും, സിയും ഉണ്ടാവും. അവർ ചെയ്യാൻ പോകുന്നത് എന്താ, 2:1:1. ഇങ്ങനെ ഒരു റേഷ്യോയിലാണ് അവർ എന്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് പ്രോഫിറ്റിൽ വരുന്ന കാര്യങ്ങൾ, ഇനി അങ്ങോട്ടേക്ക് ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ, ഈ ബിസിനസിന്റെ റൈറ്റ്സ് ഏത് രീതിയിലാണ് ഇന്ന് റൈറ്റ്സ് അവർ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ബിസിനസിന്റെ റൈറ്റ് 2:1:1 എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, ഇപ്പം ആദ്യം ഈ ബിസിനസ്സിൽ എന്ത് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും, ഓക്കെ, ആ ചേഞ്ച് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് നമുക്കറിയാം ആ ചേഞ്ച് സംഭവിക്കുന്ന പീരീഡിന് മുമ്പ് ഓൾഡ് എന്നും, ആ ചേഞ്ച് സംഭവിച്ചതിന് ശേഷം നമുക്ക് ന്യൂ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു എക്സാമ്പിൾ ആയ, അതായത് എൻ്റെ ബിസിനസ്സിന് ചേഞ്ച് സംഭവിക്കുന്നത്, ബട്ട് അതിലൊരു കാര്യമായ റിസർവ്സിൽ ഇത്രയും കാലം മുമ്പത്തെ രീതിയിലാണെങ്കിൽ 5,000 വെച്ചിട്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു, അങ്ങനെയാണ് അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് ഇനി ന്യൂ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ, ഇതേ 10,000 ന്യൂ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ എക്കും ബിക്കും സിക്കും കിട്ടേണ്ടി വരും. ഓക്കെ, ഏത് റേഷ്യോയിലാണ് കിട്ടുക, 2:1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ വരാ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, എത്ര എമൗണ്ടിലെ വരുക, അങ്ങനെയാണെങ്കിൽ അതായത് എക്ക് ഇനി അങ്ങോട്ടേക്ക് എത്ര തന്നെ കിട്ടും, 5,000 തന്നെ കിട്ടും. ഓക്കെ അല്ലെ, അതായത് ഇങ്ങനെ അല്ലെ, 10,000 ഡിവൈഡ് ബൈ 2+1, അതായത് 4. അതിൽ എക്ക് അതിന് 2 ഭാഗം കിട്ടും, ബിക്ക് അതിൽ 1 ഭാഗം കിട്ടും, സിക്കും അതിൽ 1 ഭാഗം കിട്ടും. ഓക്കെ, അതായത് ബിക്കിന് അങ്ങോട്ടേക്ക് എത്ര കിട്ടും, 2,500. സിക്ക് ഇത്രയും കാലം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങോട്ടേക്ക് സിക്കും എത്ര വരും, 2,500 വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എക്ക് പ്രത്യേകിച്ച് നഷ്ടമോ ലാഭമോ ഒന്നുമില്ല. എക്ക് ഇത്രയും കാലം എന്താണ് കിട്ടിക്കൊണ്ടിരുന്നത്, അത് തന്നെയാണ് എക്കും ഇനി അങ്ങോട്ടേക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ മാറ്റങ്ങൾ കാരണം എനെ വലിയ രീതിയിൽ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ബട്ട് ബീനെ സംബന്ധിച്ചിടത്തോളം 5,000 കിട്ടേണ്ട സ്ഥലത്ത് ഇനി അങ്ങോട്ടേക്ക് എത്രയേ കിട്ടുള്ളൂ, 2,500 മാത്രമേ കിട്ടുള്ളൂ. ബട്ട് ബിയും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലേക്ക് എത്തിച്ചത്. ബട്ട് ബിക്ക് ഇവിടെ നഷ്ടം സംഭവിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ടേക്ക് ബിക്ക് നഷ്ടമാണ്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഓക്കെ, ഇനി കഷ്ടപ്പെടാൻ ആരും കൂടി ഉണ്ട്, സിയും കൂടി ഉണ്ട്. ബട്ട് ഇതുവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗുഡ് വിൽ, ആ ഒരു വാല്യൂ ഇതുവരെ കഷ്ടപ്പെട്ടതിൽ ആരില്ല, സി. അപ്പൊ ഇതുവരെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾക്കൊക്കെ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ, ബിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഓക്കെ, ആർക്ക് ഇനി അങ്ങോട്ടേക്ക് മാത്രമേ സി. അപ്പൊ ഇതുവരെ ഉണ്ടാക്കി വെച്ച കഷ്ടപ്പാടുള്ള റിവാർഡ് ഇപ്പം തന്നെ ആർക്ക് കൊടുക്കണം,
ബിക്ക് കൊടുക്കണം. ആ കഷ്ടപ്പാടിന് കിട്ടിയ റിവാർഡ് ചുളിവിൽ ആരെടുക്കാൻ വേണ്ടി പാടില്ല, സി എടുക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഓൾറെഡി ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസർവ്സിലല്ലേ ഈ 10,000 ഉള്ളത്, ആ റിസർവ്സ് എന്ന അക്കൗണ്ട് അതേപോലെ ബിസിനസ്സിൽ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലേ പ്രശ്നമുള്ളൂ. അതേപോലെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ആർക്ക് കൊടുക്കേണ്ടി വരും? സിക്ക് 2,500 കൊടുക്കേണ്ടി വരും. എന്നാൽ ആ 2,500 ആർക്കാണ് നഷ്ടം വരിക? ബിക്കാണ് ആ 2,500 നഷ്ടം വരിക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? സിയുടെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിസർവ്സിന് മൊത്തം അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് അത് എയും ബി അവരെ ഏത് റേഷ്യോയിൽ എടുക്കാം? അവരെ പഴയ റേഷ്യോയിൽ വീതിച്ചങ്ങ് എടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരും. അതാണ് ഒരു ഓപ്ഷൻ. അതാണ് നമ്മൾ നോർമലി ചെയ്യാറ്. എന്തെങ്കിലും റിസർവ്സോ കാര്യങ്ങളോ ഇപ്പോഴും വീതിക്കാതെ ഇപ്പോഴും സെപ്പറേറ്റ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? പുതിയ ചേഞ്ച് സംഭവിക്കുന്നതിന് മുമ്പ്, അത് പുതിയ പാർട്ട്ണർ ആവാം, അല്ല എക്സിസ്റ്റിംഗ് പാർട്ട്ണർ പോകുന്നതാവാം, ആ പുതിയ ചേഞ്ച് സംഭവിക്കുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യുക? അതുവരെ ഉണ്ടായ ആർക്കൊക്കെയാണോ അത് ക്രിയേറ്റ് ചെയ്തതിൽ അവകാശമുള്ളത് അവരൊക്കെ ഓൾറെഡി അവരെ പഴയ റേഷ്യോയില് പുതിയ മാറ്റം വരുന്നതിന് മുമ്പുള്ള ഓൾഡ് റേഷ്യോ, സിംപ്ലി പറഞ്ഞ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യാം? വീതിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ, ഈ റിസർവ്സ് നമുക്ക് ആവശ്യമുണ്ട്, അതായത് ആ റിസർവ്സ് നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് ആവശ്യമുണ്ട്. അതായത് നമുക്കിപ്പോ എന്ത് ചെയ്യണം? വീതിച്ച് കഴിഞ്ഞാൽ ആ റിസർവ്സ് എന്ത് ചെയ്യും? ഓരോരുത്തരുടെ പേരിലേക്ക് പോകും. അപ്പൊ റിസർവ്സ് നമ്മൾ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പേർപ്പസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു പുതിയൊരു പാർട്ട്ണർ വരുന്നത് കൊണ്ടോ പോകുന്നത് കൊണ്ടോ നമ്മൾ ഈ റിസർവ്സിനെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ റിസർവ്സ് ഇല്ല. അപ്പൊ ബിസിനസ്സിന് ഒരു പേർപ്പസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ എന്തില്ല? റിസർവ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ വരുമെന്ന് അങ്ങനെ വരാമല്ലോ. അതൊരു പ്രശ്നമാവുന്നതുകൊണ്ട് റിസർവ്സ് ഇങ്ങനെ വീതിക്കാൻ നമുക്ക് താല്പര്യമില്ല. ബട്ട് ബിക്ക് അത് ഓക്കെ ആയിരിക്കാം. ബിക്ക് എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ ആണ് എന്ത്? ഓക്കെ, ഈ റിസർവ്സ് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇപ്പം വീതിച്ച് കൊടുക്കണ്ട. റിസർവ്സ് അതേപോലെ തന്നെ ആ പേരിൽ തന്നെ നിൽക്കട്ടെ. ബട്ട് ഈ റിസർവ്സ് ഫ്യൂച്ചറിൽ ഇനി സി വന്നു കഴിഞ്ഞാൽ, അഡ്മിഷൻ കേസ് വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ, സി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസർവ്സ് ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ ബിസിനസ് എപ്പോഴെങ്കിലും പൂട്ടിപ്പോവുകയോ ബിസിനസ്സിൽ പ്രോഫിറ്റ് എല്ലാം വീതിച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റിസർവ്സിലുള്ള ഈ ഫുൾ റിസർവ്സിലെ ഷെയർ ആർക്കും കൂടി കിട്ടും. സി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഇതിലൊക്കെ ആർക്ക് അവകാശമുണ്ട്? സിക്ക് അവകാശമുണ്ട്. അപ്പൊ സിക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ബട്ട് ഈ റിസർവ്സ് അതിനു മുമ്പ് വിധിക്കാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സീനോട് പറയാ, ബിസിനസ്സിലേക്ക് നീ എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നീ നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, ഇവിടെ നിനക്ക് ഇത്രയും കാലത്തിന് തൊട്ട് മുമ്പായി ഇനി കയറുന്നതിന് തൊട്ട് മുമ്പ് വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് നിനക്ക് എന്തില്ല? അവകാശമില്ല. ബട്ട് നിനക്ക് നമ്മൾ ആ പ്രോഫിറ്റ് ഇപ്പോഴേ വീതിക്കുന്നില്ല. അത് അതേപോലെ തന്നെ റിസർവ്സ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് പ്ലാന്. ബട്ട് ആ റിസർവ്സിന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഷെയർ നിനക്ക് നാളെ കിട്ടും. ഓക്കെ, അതുകൊണ്ട് അതിലെ ഷെയർ എന്താണോ അതിൽ നിനക്ക് അവകാശമില്ലാത്തതുകൊണ്ട് ആ ഷെയറിന്റെ വാല്യൂ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിന്റെ അക്കൗണ്ടിൽ സിക്ക് ഫ്യൂച്ചറിൽ ഈ 2,500 കിട്ടില്ലേ? ഇപ്പം കൊടുക്കുന്നല്ല, ഫ്യൂച്ചറിൽ നമ്മൾ വീതിക്കുന്ന സമയത്ത് സിക്ക് കൊടുക്കേണ്ടി വരും 2,500. എപ്പെങ്കിലും ഒരു കാലത്ത് ഈ ലാഭം വീതിച്ചു പോകുമല്ലോ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് ഈ ലാഭം അല്ലെ ഇത് നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് അന്ന് ഇതിന്റെ ബെനിഫിറ്റ് സിക്കും കൂടി കിട്ടും. എത്ര? 2,500. ആ 2,500ന്റെ ബെനിഫിറ്റ് നഷ്ടം സംഭവിക്കുക ബിക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? സിന്റെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് ആർക്കങ്ങ് ഇപ്പോഴേ കൊടുക്കുക? ബിന്റെ. അപ്പൊ ബിക്ക് നഷ്ടമില്ല. ബിക്ക് ഭാവിയിൽ അത് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇപ്പോഴേ അങ്ങനെ ഒരു ലാഭം സിക്ക് ഭാവിയിൽ കിട്ടും. ഓക്കെ, ഇങ്ങനെ നഷ്ടം ബിക്ക് ഭാവിയിൽ സംഭവിക്കും. ഓക്കെ, അപ്പൊ അതിന് ഭാവിയിൽ സംഭവിക്കുന്നതിന് ഇപ്പോഴേ ടാലി ആക്കാൻ വേണ്ടി സിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോഴേ ആ പൈസ എടുത്ത് ആരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കാം? ബിന്റെ അക്കൗണ്ടിൽ മാറ്റി. അപ്പൊ രണ്ടുപേർക്കും പ്രശ്നമില്ല. അപ്പൊ ബിക്ക് കിട്ടേണ്ട പൈസ ബിക്കും കിട്ടി, സിക്ക് കിട്ടാൻ അവകാശമില്ലാത്ത പൈസ ഭാവിയിൽ കിട്ടിക്കഴിഞ്ഞാലും ആ ഭാവിയിൽ കിട്ടുമെങ്കിലും ആ കിട്ടുന്ന പൈസ ഇപ്പോഴേ സി ആർക്ക് കൊടുത്തു വെക്കുന്നുണ്ട്? ബിക്ക് കൊടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ സിക്ക് ഭാവിയിൽ അത് കാരണം നഷ്ടമില്ല, ലാഭമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ, റിസർവ്സിന്റെ കേസിൽ നോർമലി നിങ്ങൾ ചെയ്യുക. റിസർവ്സ് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. റിസർവ്സ്
വീതിച്ചു കൊടുക്കാത്തതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, പഴയ ആൾക്കാരൊക്കെ പഴയ റേഷ്യോയിൽ എന്ത് ചെയ്യുക, വീതിച്ചെടുത്താൽ മതി. ബട്ട് അവിടെ ഞാൻ മറ്റൊരു കൺസെപ്റ്റ് പറയാൻ കാരണം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് കേസിലെ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു തുടങ്ങിയത് എന്തിലാ, ഈ ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൽ ഈ ക്യാപിറ്റൽ ഓൾറെഡി വീതിച്ചു കൊടുത്തതായിരുന്നു, പ്രശ്നമില്ല. റിസേർവ്സ് വീതിക്കാത്തതുകൊണ്ട് നമുക്ക് ഒന്നിക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ അങ്ങ് വീതിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വീതിക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കാരണം ആർക്കും ഒരാൾക്ക് ഗെയിന് വരുമല്ലോ ഭാവിയിൽ. ആ ഗെയിന് വരുന്ന ആള് ഇപ്പോഴേ ആർക്കും കൊടുത്താൽ മതി, സാക്രിഫൈസ് ചെയ്യുന്ന കൊടുത്താൽ മതി. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിന് വരുന്ന പാർട്ട്ണർ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് ആരെ പാർട്ട്ണർ അക്കൗണ്ടിലേക്ക് മാറ്റാം, സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർ അക്കൗണ്ടിലേക്ക് മാറ്റാം. അതാണ് കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ റിസർവ്സിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്ക് രണ്ട് ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ ഒന്ന് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് പൊതുവെ ചൂസ് ചെയ്യാറ്. എന്ത് ചെയ്യും, നമ്മൾ റിസർവ്സിനെ ഫുള്ളി നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പഴയ ആൾക്കാർ പഴയ റേഷ്യോയിൽ എന്ത് ചെയ്യും, വീതിച്ച് ആദ്യമേ എടുക്കും. അപ്പൊ പിന്നെ എന്തൊരു പ്രശ്നം തീർന്നു. ഓക്കെ. നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ വീതിക്കാത്ത ഈ ഒരു ഐറ്റം വീതിച്ചപ്പം ആ ബാലൻസ് ഷീറ്റിന്റെ പ്രശ്നം തന്നെ. പിന്നെ അവിടെ വന്ന വേറൊരു പ്രശ്നമാണ് എന്ത്, ഓക്കെ, ഈ പറഞ്ഞ അസറ്റും ഈ അതായത് നമ്മുടെ ബുക്കിലുള്ള ഈ അസറ്റും ഈ ലാബിലിറ്റീസ് എല്ലാം കുറച്ച ഫിഗർ ആണല്ലോ നെറ്റ് വർത്ത്. ഓക്കെ. ആ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും, ക്യാപിറ്റൽ റിസർവ്സ്. അതിൽ ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ എല്ലാവരും അവരവർക്ക് കിട്ടേണ്ട പൈസ ഓൾറെഡി വീതിച്ച് കൊടുത്തതായതുകൊണ്ട് പ്രശ്നമില്ല. വീതിക്കാത്ത റിസർവ്സ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് പറഞ്ഞാൽ അതിൽ നോർമലി ഒന്നും പറയുന്നതിന് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ചൂസ് ചെയ്യാറ്. അങ്ങനെ അവിടെ വന്ന മറ്റൊരു പ്രശ്നമാണ് ഈ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ബുക്ക് വാല്യൂ ഓഫ് അസറ്റും ബുക്ക് വാല്യൂ ഓഫ് ലയബിലിറ്റീസും നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചതല്ലേ ഇപ്പോഴത്തെ ഈ ക്യാപിറ്റൽ റിസർവ്സ് എന്നൊക്കെ പറഞ്ഞ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ബട്ട് ആക്ച്വലി നമ്മൾ ബുക്ക് വാല്യൂ തന്നെ ആയിരിക്കോ ഈ അസറ്റിന്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്, മാർക്കറ്റിൽ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത്? അല്ല. ആ മാർക്കറ്റ് വാല്യൂ എന്ത് വരാൻ പോകുന്നുണ്ട്, ചേഞ്ചസ് വരാം. ആ മാർക്കറ്റ് വാല്യൂ എന്തൊക്കെ ഉണ്ടാവാം, ചേഞ്ചസ് സംഭവിക്കാം. അപ്പൊ ആ മാർക്കറ്റ് വാല്യൂ അതായത് നമുക്കിപ്പം ആക്ച്വലി ശരിക്കും ഈ അസറ്റ് ഇപ്പം നമ്മളെ കയ്യിൽ ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് ഉണ്ട്. ആ ഫർണിച്ചർ ഇപ്പം സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ ബുക്കിലുള്ള വാല്യൂ ആയിരിക്കില്ല കിട്ടുക, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കിട്ടാം, അതിനേക്കാളും കുറവ് കിട്ടാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ ക്രിയേറ്റ് വെച്ചത് കറക്റ്റ് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചുള്ള വാല്യൂ ആവുന്നില്ല. അപ്പൊ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചുള്ള വാല്യൂ നോക്കുന്ന സമയത്ത് നമ്മൾ നെറ്റ് വർത്തിൽ എന്ത് സംഭവിക്കാം, ചേഞ്ച് സംഭവിക്കാം. അപ്പൊ അത് കാരണം നെറ്റ് വർത്തിൽ ചിലപ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടായിക്കൂടെ. ഓക്കെ. അതിന്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നെറ്റ് വർത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ നെറ്റ് വർത്ത് ചിലപ്പോൾ ഇൻക്രീസോ ഡിക്രീസോ സംഭവിക്കില്ല, അതായത് പ്രോഫിറ്റോ ലോസോ ഉണ്ടാവില്ലേ. ഓക്കെ. അത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഇത് ഇന്ന് അതെന്തായാലും അത് ഇപ്പം വരെ ആ ചേഞ്ച് സംഭവിക്കുന്നത് തൊട്ട് മുമ്പ് എന്താണോ ബിസിനസിന്റെ ആൾക്കാർ ആരൊക്കെയാണോ അവർ ഏത് റേഷ്യോയിലാണോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റേഷ്യോ തന്നെ ഷെയർ ആവണ്ടേ. അതിനുശേഷം സംഭവിക്കുന്ന ചേഞ്ച് സംഭവിച്ചതിന് ശേഷമുള്ള ആൾക്കാർക്ക് അതിൽ ബാധകമില്ലല്ലോ. ഇല്ല. അഡ്മിഷൻ ആയിക്കോട്ടെ റിട്ടയർമെന്റ് ആയിക്കോട്ടെ ഇപ്പൊ ഉള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണ്ടേ അത് കൊടുക്കാൻ, അല്ലേ? അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണ്ടേ. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തും കൂടി നോക്കണം. ഈ നെറ്റ് വർത്ത് കണ്ടുപിടിച്ചിട്ട് ഓക്കെ റിസർവ്സ് ഒക്കെ നമ്മൾ വീതിച്ചെങ്കിലും ഈ നെറ്റ് വർത്തിൽ ഈ അസറ്റിന്റെ ലയബിലിറ്റീസിന്റെ വാല്യൂ എന്തെങ്കിലും മാർക്കറ്റ് വാല്യൂ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, നെറ്റ് വർത്തിൽ ഒരു ഇൻക്രീസോ ഡിക്രീസോ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ, അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുന്നത്, റീവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ. എന്ത് അസറ്റിനും ലയബിലിറ്റീസിനും നമ്മൾ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യും. എനിക്ക് അറിയുന്ന കാര്യം സിമ്പിളാണ്. അസറ്റിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്, അസറ്റിന്റെ വാല്യൂ മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് ലാഭമാണ്, അല്ലെ? അതേപോലെ ലയബിലിറ്റീസിന്റെ മാർക്കറ്റ് വാല്യൂ കുറയുകയാണെങ്കിൽ നമുക്ക് എന്താ, അതും ലാഭമാണ്. ഓക്കെ. ഇത് രണ്ട് കേസും പ്രോഫിറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ലാഭം മീൻസ് എപ്പോഴും ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്, അല്ലെ? പ്രോഫിറ്റ് എപ്പോഴും ക്രെഡിറ്റ് ആണ്. അപ്പം ലാഭമോ നഷ്ടവും വരുന്ന കാര്യങ്ങൾ, അസറ്റ് കൂടുന്നോ ലയബിലിറ്റീസ് കുറയുന്ന കാര്യങ്ങൾ, ലാഭം വരുന്ന കാര്യങ്ങളൊക്കെ റീവാലുവേഷൻ ചെയ്ത് ചെയ്യുക, അത് നമുക്ക് പ്രോഫിറ്റ് ആണ് ക്രെഡിറ്റ് സെയിൽ എഴുതുകയും, അതേപോലെ തന്നെ അസറ്റ് കുറയുന്ന കാര്യങ്ങളും അതേപോലെ ലയബിലിറ്റീസ് കൂടുന്ന കാര്യങ്ങളും നമുക്ക് നഷ്ടം വരുന്നത്. അപ്പൊ അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ കുറവാണെങ്കിൽ അത് റീവാലുവേഷൻ എവിടെ കാണിക്കാം, ഡെബിറ്റ് സൈഡിലും. ലയബിലിറ്റീസിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്ന സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ അതും എവിടെ കാണിക്കുക, അതും നഷ്ടമാണ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ലാഭം വരുന്ന കാര്യങ്ങളൊക്കെ ക്രെഡിറ്റും നഷ്ടം വരുന്ന കാര്യങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിലും കാണിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് അതിനർത്ഥം ഈ സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വന്നെന്നർത്ഥം, പ്രോഫിറ്റ് വന്നെന്നർത്ഥം, അല്ലെ?
ക്രെഡിറ്റ് സൈഡ് കൂടുതൽ നമ്മൾ പി ആൻഡ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടെല്ലാം വരക്കുന്ന പോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് വന്നു, പ്രോഫിറ്റ് വന്നു. ബട്ട് ആ പ്രോഫിറ്റ് കാണിക്കുക എവിടെയാ, നേരെ ഡെബിറ്റ് സൈഡിലാണ്. കാരണം എന്നാലും ടാലി ആക്കാൻ പറ്റും, ആ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഈ സൈഡ് കൂടുതൽ ഈ സൈഡ് കുറവാകുമല്ലേ പ്രോഫിറ്റ് വരാം. അപ്പൊ കുറവുള്ള ഫിഗർ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സ് ആർക്ക് മാത്രം ഈ ചേഞ്ച് സംഭവിക്കുന്നതിന് മുമ്പത്തെ ആൾക്കാർക്ക് മാത്രം അവകാശപ്പെട്ടാണ് അവിടെ ഏത് റേഷ്യോയിൽ കൊടുക്കും. ഇനി ലോസ് ആയാലും അങ്ങനെ തന്നെ, സ്റ്റിൽ എന്തായിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ ആർക്കാ മാത്രം അവകാശപ്പെട്ടാണ് ആ ചേഞ്ച് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ഓൾഡ് ആൾക്കാർ, പഴയ ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും അവരെ പഴയ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പൊ നെറ്റ് വർത്തിലുള്ള ഇൻക്രീസോ ഡിക്രീസോ നമ്മൾ റീവാലുവേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കണം. ഓക്കെ, റീവാലുവേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു. ഇവിടെ സെയിം പ്രശ്നം വരാം. ഓക്കെ, ഇപ്പൊ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റ് വർത്തിൽ മൊത്തം മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, എന്നിട്ട് ആ പുതുതായിട്ട് വന്ന മാറ്റങ്ങൾ റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റീവാലുവേഷൻ ലോസ് എന്ന രീതിയിൽ അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾഡ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, വീതിച്ചു കൊടുക്കണം. ഓക്കെ, ബട്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ആക്ച്വലി മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ആ മാർക്കറ്റിലുള്ള മാറ്റങ്ങൾ ഇപ്പൊ നമ്മളെ ബുക്കിലേക്കും വന്നില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ അസറ്റിന്റെ വാല്യൂ കൂട്ടി, അസറ്റിന്റെ വാല്യൂ കുറച്ച്, ലയബിലിറ്റീസും കൂട്ടി കുറച്ച്, അങ്ങനെ കൂട്ടലും കുറക്കലൊക്കെ നമ്മളെ ബുക്കിൽ സംഭവിച്ചു. ഇതിന്റെ എഫക്ട്, ഈ റീവാലുവേഷൻ എഫക്ട് മൊത്തം നമ്മളെ ബാലൻസ് ഷീറ്റിനും വരും. ഓക്കെ, പക്ഷെ ചില ആൾക്കാർക്ക് ആ എഫക്ട് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ആവാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഇഷ്ടമല്ലാത്ത, നേരത്തെ റിസേർവ്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ റിസേർവ്സ് ഓക്കെ ഫുള്ളി ട്രാൻസ്ഫർ ചെയ്ത് വീതിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് വീതിച്ചെടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് വീതിച്ച് തീർക്കാൻ വേണ്ടി പാടില്ല എന്ന് ചിന്തിച്ച ആൾക്കാരുടെ കേസിൽ എന്താ ചെയ്തത്, സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആര് കൊടുത്ത്, ഫ്യൂച്ചറിൽ ഗെയിൻ വരാൻ പോകുന്ന ആൾക്കാർ ഇപ്പോഴേ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇവിടെയോ അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റീവാലുവേഷൻ ചെയ്തിട്ട് ഓൾഡ് ആൾക്കാർ ഓൾഡ് റേഷ്യോയിലേക്ക് വീതിച്ചെടുക്കാൻ തീരുമാനിച്ചു. ബട്ട് എന്നാൽ അസറ്റിന്റെ വാല്യൂസിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ആ ചേഞ്ച് വരാൻ പാടില്ല എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെയും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എന്ത്, ഓൾഡ് റേഷ്യോ, അതായത് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചെടുക്കുന്നതിന് പകരം സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്താൽ മതി, ഗെയിൻ വരുന്ന ആൾക്കാർ ആർക്ക് കൊടുത്താൽ മതി, സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്താൽ മതി. ഓക്കെ, ബട്ട് ഇവിടെ അതിന് പകരം വേറൊരു രീതിയിലാണ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, മെമ്മറാൻഡം റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, എന്നേരം ഇതേപോലെ ആദ്യം ചെയ്യാം. എന്താണ് നമ്മൾ സാധാരണ റീവാലുവേഷൻ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓൾഡിൽ ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം എല്ലാം പഴയ പോലെ ആവണം. അസറ്റിന്റെ വാല്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യുക, അസറ്റിന്റെ വാല്യൂ കുറച്ച സിറ്റുവേഷൻ, ലയബിലിറ്റീസിന്റെ വാല്യൂ കൂട്ടിയ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നേരെ ഇപ്പോഴത്തെ സെയിൽ എഴുതിയിട്ട് അത് എന്ത് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഈ സെയിം കാര്യം നേരെ തഴതിച്ചിട്ട് ചെയ്യുക. അതായത് അസറ്റിന്റെ വാല്യൂ കുറയുന്നതും ലയബിലിറ്റീസിന്റെ വാല്യൂ കൂടുന്നതും എ സെയിൽ എഴുതാം. ക്രെഡിറ്റ് സെയിൽ എഴുതിയിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം ഒന്നും കൂടി ചെയ്യുമ്പോൾ ആ കാര്യം പഴയ പോലെ ആവില്ലേ. ഓക്കെ, അതിനുശേഷം ഇത് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവരാം അല്ലെ. അസറ്റ് കൂടുന്ന കാര്യം ഡെബിറ്റ് സൈഡിലും ലയബിലിറ്റീസ് കുറയുന്ന കാര്യം വീണ്ടും എന്ത് ചെയ്യുക, അത് നേരെ തഴുതിരിക്കാം. ചെയ്ത കാര്യം ആദ്യം എന്ത് ചെയ്യുക, വീണ്ടും തഴുതിരിക്കുക. അതെല്ലാം പഴയ പോലെ ആവും. ബട്ട് ഡിഫറൻസ് എന്താ, നേരത്തെ പ്രോഫിറ്റ് ആണ് വന്നതെങ്കിൽ ഇപ്പൊ അത് തഴുതിരിക്കുമ്പോൾ ഇവിടെ എന്തുപോലെ വരും, ലോസ് പോലെ വരും. നേരത്തെ ആ പ്രോഫിറ്റ് ആർക്ക് മാത്രം കൊടുത്ത, ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിലാണെങ്കിൽ ഈ ലോസ് എന്ത് ചെയ്യുക, ഇപ്പൊ പുതിയതായിട്ട് ആരൊക്കെ ഉണ്ടോ അല്ലെ, പുതിയതായിട്ട് ന്യൂ ആയിട്ട് പുതിയ ചേഞ്ച് സംഭവിച്ചതിന് ശേഷം പുതിയതായിട്ട് എന്താണോ പാർട്ട്ണർഷിപ്പിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഏത് റേഷ്യോയിൽ കൊടുക്കുക, ന്യൂ റേഷ്യോയിൽ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ നേരത്തെ ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കും, ഇപ്പൊ പ്രോഫിറ്റ് സംഭവിക്കും. അവിടെ എന്ത് തന്നെ ചെയ്യുക, ന്യൂ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുക, ന്യൂ റേഷ്യോയിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ച, ആദ്യം എല്ലാവർക്കും മോളുടെ റേഷ്യോയിൽ കൊടുത്തു, പിന്നെ നേരെ തലതിരിച്ചിട്ട് അതിന്ന് എന്ത് ചെയ്യുന്ന, ന്യൂ റേഷ്യോയിൽ ചെയ്തിട്ട് അതൊക്കെ കുറച്ചാണ്. ഓക്കെ, അപ്പം ഇതും സംഭവിച്ചത് എന്താ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്, സാക്രിഫൈസിങ് എന്ന് പറയുന്നത്. സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ, അത് തന്നെയാണ് നമ്മൾ നേരത്തെ റിസേർവ്സിന്റെ കേസിലും ചെയ്തത്. ഇത് രണ്ടും ചെയ്യുന്ന സമയത്തും ഇവിടെയും റിസേർവിൽ ചെയ്യുന്ന കാര്യം ഇവിടെ ചെയ്യുന്ന കാര്യം സെയിം ആണ്. ഓക്കെ, റിസേർവ്സിന്റെ കേസിൽ നമുക്ക് ഇതേ കാര്യം ചെയ്യാം. ഞാൻ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞില്ലേ, അവിടെ ഞാൻ പറഞ്ഞത് സിംപിളി ഗൈൻ ചെയ്യുന്ന ആൾക്കാർ എന്തിൽ കൊടുക്കുക, സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസേർവ്സ് തീരാൻ വേണ്ടി പാടില്ല എന്നാണെങ്കിൽ റിസേർവ്സിന് ആദ്യം എന്ത് ചെയ്യുക, ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം റിസേർവ്സ് തീരാൻ പാടില്ല, റിസേർവ്സ് തിരിച്ചു വരണം. അപ്പൊ റിസേർവ്സിന് തിരിച്ചു വരണമെങ്കിൽ വീണ്ടും നേരത്തെ ഡെബിറ്റ് ചെയ്ത റിസേർവ് വീണ്ടും ക്രെഡിറ്റ് ചെയ്താലേ തിരിച്ചു വരും. അപ്പം അത് ആദ്യത്തിനൊക്കെ എടുക്കുക,
ന്യൂ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ എടുക്കുക. ഏത് റേഷ്യോയിൽ? ന്യൂ റേഷ്യോയിൽ തിരിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ 2 എൻട്രി ആയിട്ട് ചെയ്യുന്നതും ഈ ഗെയിന് വരുന്ന ആൾക്കാർ ആ 2500 പോർഷനിലെ നേരത്തെ നഷ്ടം വന്നേ, അത് വേറൊരാൾക്ക് ഗെയിൻ വന്നിട്ടില്ലേ? ആ നഷ്ടം വന്ന ആള് ഗെയിൻ വന്ന ആൾ എന്ത് ചെയ്യുക? ആ നഷ്ടം വന്ന ആൾക്കാർക്ക് ആ പോർഷൻ മാത്രം കൊടുക്കുന്നതും, നീ എൻ്റെ 10,000 ആദ്യം എല്ലാ ഓൾഡിനും കൊടുത്തിട്ട് പിന്നെ എല്ലാ ന്യൂ ആൾക്കാരുടെ അടുത്ത് നിന്ന് ആ എൻ്റെ 10,000 തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും ഉണ്ടാവാൻ പോകുന്ന എഫക്റ്റ് എന്താ? സെയിം തന്നെയാണ്. ഓക്കെ, അത് റെഗുലർ ആണെങ്കിൽ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് ചെയ്തിട്ട് ആ പല എൻട്രീസ് ഇങ്ങനെയാണ് ഈ 2 കൺസെപ്റ്റ് സെയിം ആവുന്നതെന്നൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ബട്ട് ഇപ്പൊ സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഇതിൽ ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് കുറച്ച് ഡീപ്പായിട്ട് സാധനം വേണമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനകത്ത് പറഞ്ഞാൽ മതി, എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചാൽ മതി. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് 2 കാര്യം പ്രശ്നം ഉണ്ടായിരുന്നു. ബാലൻസ് ഷീറ്റ് 2 പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത്. ഒന്ന്, ഇപ്പോഴുള്ള കറന്റ് ബാലൻസ് ഷീറ്റ് റിസർവ്സ് ഇപ്പോഴത്തെ ശരിക്കുള്ള നെറ്റ്വർത്തിൽ റിസർവ്സ് ഇപ്പോഴും വീതിച്ചു കൊടുത്തിട്ടില്ല. അത് നമുക്ക് വീതിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ നഷ്ടം വരുന്ന ആൾക്ക് ആ ലാഭം വരാൻ പോകുന്ന ആളെ മാത്രം എന്ത് ചെയ്യുക? കൊടുക്കുന്ന രീതിയിലാക്കാം. അല്ലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ വേറൊരു പോർഷനാണ് ആദ്യം എന്ത് ചെയ്യുക? എല്ലാവരും പഴയ ആൾക്കാരൊക്കെ വിധിച്ചെടുക്കുക. എന്നിട്ട് അതിനുശേഷം പുതിയ ആൾക്കാരൊക്കെ പുതിയതായിട്ട് ആരൊക്കെയുണ്ട് അവരുടെ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്യുക? തിരിച്ച് അത് കൊണ്ടുവരുന്ന രീതിയിലാക്കാം. ഓക്കെ, പിന്നുള്ള പ്രശ്നം ഈ നെറ്റ് വർത്ത് ഇപ്പോഴുള്ള ബുക്ക് വാല്യൂയിലുള്ള നെറ്റ് വർത്തിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ട്. ആ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടുള്ള ചേഞ്ചിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? റീവാലുവേഷൻ ചെയ്യുന്നു. ബട്ട് ഈ ചേഞ്ചസ് ഒന്നും ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ആവാൻ പാടില്ല എന്നാണെങ്കിൽ നമ്മൾ മെമ്മറാൻഡ് റീവാലുവേഷൻ അക്കൗണ്ട് വരക്കും, അല്ലെ? മെമ്മറാൻഡ് റീവാലുവേഷൻ അക്കൗണ്ട് വരച്ച് അതിലും ആദ്യം റീവാലുവേഷൻ പോലെ തന്നെ ചെയ്യും, പിന്നെ അതിനൊക്കെ തള്ളിതിരിക്കും. ബട്ട് എന്നിട്ട് ആദ്യം പ്രോഫിറ്റ് ആണെങ്കിൽ പഴയ ആൾക്കാർക്ക് പഴയ റേഷ്യോയിലും കൊടുക്കുക ചെയ്യുക. പിന്നീട് അത് നേരെ താഴ്ത്തിരിക്കുമ്പോൾ ലോസ് ആയിട്ട് മാറും. എന്നാൽ അത് ആ ലോസ് ന്യൂ പാർട്ട്നേഴ്സിന് പുതിയതായിട്ട് വന്ന ആൾക്കാർക്കും പുതിയ ചേഞ്ച് വന്നതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ അടുത്ത് നിന്നാണ് ആ ലോസ് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇതിന് പുറമെ നെക്സ്റ്റ് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ 2 ബാലൻസ് ഷീറ്റിലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രശ്നം ഈ ബാലൻസ് ഷീറ്റിലുള്ള ഇല്ലാത്ത, ഓക്കെ, ഈ കറന്റ് ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത മറ്റൊരു ഐറ്റമാണ് എന്ത്? ഗുഡ് വിൽ എന്ന് പറയുന്നത്. മറ്റൊരു ഐറ്റമാണ് എന്ത്? ഗുഡ് വിൽ. ആ ഗുഡ് വില്ലിന്റെ പ്രശ്നം ആ ഗുഡ് വിൽ ഒരിക്കലും എവിടെ ഉണ്ടാവില്ല? ബാലൻസ് ഷീറ്റിന് ഉണ്ടാവില്ല. അത് ബാലൻസ് ഷീറ്റിൽ ആ ഗുഡ് വിൽ ഇല്ലാത്തത് കാരണം, ഓക്കെ, നെറ്റ് വർത്തിന്റെ പാർട്ടിൽ ആര് വന്നില്ല? ഗുഡ് വിൽ വന്നിട്ടില്ല. ബട്ട് നമുക്ക് കാണാൻ പറ്റാത്ത, ഓക്കെ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ഓറ, അല്ലെ? നമ്മൾ ഫാം ചെയ്ത് വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഒരു ഓറ ഉണ്ട്. ഓക്കെ, ആ ഓറ കാരണം, ഓക്കെ, ആ ഓറ കാരണം നമ്മളെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഓറയാണ് ആ ബിസിനസ്സിലേക്ക് സ്റ്റിൽ നാളെയും ബിസിനസ്സിലേക്ക് കസ്റ്റമർ വരാനുള്ള ഒരു കാരണം നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ച ആ ഒരു ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. പക്ഷെ അത് ബിൽഡ് ചെയ്യാനുള്ള കാരണം ഇപ്പൊ ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അത് നമ്മൾ എവിടെയും നമ്മളെ ബുക്സിൽ കാണിക്കുന്നില്ല. ഓക്കെ, ബട്ട് നമ്മളെ കഷ്ടപ്പാട് ഈ നമ്മൾ വാർത്ത് ക്രിയേറ്റ് ഫാം ചെയ്ത് കുക്ക് ചെയ്ത ഈ ഓറ കാരണം ഇനി വരാൻ പോകുന്ന ഈ ഓറ കാരണം കിട്ടാവുന്ന പ്രോഫിറ്റിന്റെ അവകാശം ഇനി ചേഞ്ചസ് കാരണം ആ ചേഞ്ച് ആവുന്ന രീതിയിലേക്ക് പോകില്ല. ഇപ്പൊ പുതിയതായിട്ട് ഒരു പാർട്ട്ണർ വരികയാണെങ്കിൽ ആ പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറിനും കൂടി അത് കിട്ടില്ലേ? ഓക്കെ, ബട്ട് അയാൾ ഇതിനു വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പെട്ടു? ഇല്ല. അപ്പം ഈ ഗുഡ് വില്ലിന് ഒരു വാല്യൂ, ഈ ഗുഡ് ഓവർ ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഹാർഡ് വർക്ക് ഇല്ലേ, ആ ഹാർഡ് വർക്കിന് ഈ പുതിയതായിട്ട് വരുന്ന ഒരാള്, ഓക്കെ, ഈ പുതിയതായിട്ട് വരുന്ന, അതായത് പുതിയതായിട്ട് ഇനി ഗെയിന് സംഭവിക്കാൻ പോകുന്ന ആള്, കാരണം ഞാൻ അഡ്മിഷന്റെ കേസിൽ മാത്രമായിട്ടല്ല പറയാൻ വേണ്ടി പോകുന്നത്, ജനറൽ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് ഗെയിന് വരാൻ പോകുന്ന ആള് ഈ ഹാർഡ് വർക്കിന് എന്തെങ്കിലും ഒരു പേയ്മെന്റ് തരണ്ടേ? ഓക്കെ, പേയ്മെന്റ് തരണ്ടേ? ഓക്കെ, അപ്പം ഇവിടെ ബുക്കിലില്ലാത്ത കാര്യമായതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു സാധനം എടുത്തിട്ട്, ഓക്കെ, ഗുഡ് വിൽ എടുത്തിട്ട് പഴയ ആൾക്കാർക്ക് മാത്രം വീതിച്ച് കൊടുക്കുക അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഇത് ബുക്കിലില്ല. ഓക്കെ, അപ്പൊ ഈ ബുക്കിലില്ലാത്ത ഈ ഒരു കാരണം നാളെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ലേ? ഓക്കെ, അപ്പൊ ആ പ്രോഫിറ്റ് ഈ ഗെയിൻ വരാവുന്ന ആൾക്കാർക്ക് ലാഭമല്ലേ? അയാൾക്ക് ഇനി അത് കാരണം കിട്ടുന്ന പ്രോഫിറ്റിലെ പോർഷൻ ഇയാൾക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പം അതിന്റെ നഷ്ടം ആരായിരിക്കും? സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാരണം കിട്ടാവുന്ന ആ പ്രോഫിറ്റിൽ കുറവ് സംഭവിക്കും. അപ്പം നാളെ കിട്ടാമോ? നമ്മൾ നേരത്തെ റിസർവ്സിന്റെ കേസിൽ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞതുപോലെ
ഓക്കെ. ഇവിടെ മൊത്തത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റും രണ്ടാമത്തെ റിസർവ്സിലൊക്കെ നമ്മൾ രണ്ടാമത് പറഞ്ഞ കേസ് മാത്രമേ ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ റീവാലുവേഷനിൽ രണ്ടാമത് പറഞ്ഞ മെമ്മറാൻഡം യൂസ് ചെയ്ത് ചെയ്യുന്ന ആ മെത്തേഡ് മാത്രമേ ഏതിൻ്റെ കേസ് ചെയ്യാൻ പറ്റൂ, ഗുഡ്വില്ലിൻ്റെ കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ കേസ് നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഗെയിന് വരാൻ പോകുന്ന പാർട്ട്ണർക്ക് ഈ ഗുഡ്വില്ലിലെ എത്ര ഷെയർ ആണ് ഇനി ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നത്, ഗുഡ്വില്ലിൻ്റെ വാല്യൂ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ്ലി തരും. ഓക്കെ. അപ്പം അയാൾക്ക് ഇനി അങ്ങോട്ടേക്ക് എത്ര പോർഷനാണ് ഗെയിന് വരാൻ വേണ്ടി പോകുന്നത്, ആ ഭാവിയിൽ കിട്ടാമെന്ന ആ പ്രോഫിറ്റ്, അയാൾക്ക് കിട്ടാമെന്ന പ്രോഫിറ്റ്, അയാൾക്ക് അങ്ങനെ ഒരു ഗെയിന് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, സാക്രിഫൈസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഫ്യൂച്ചറിൽ അയാൾക്ക് ആ ഗെയിന് വരാൻ പോകുന്നുണ്ട്, ഫ്യൂച്ചറിൽ കുറച്ച് ആൾക്കാർക്ക് സാക്രിഫൈസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ആ സംഭവിക്കാൻ പോകുന്ന ഗെയിന്, ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഈ സാക്രിഫൈസ് വരാൻ പോകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം, കൊടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ. അപ്പോൾ നമ്മൾ സിമ്പിളി എന്ത് ചെയ്യുന്ന, ഗെയിന് വരുന്ന പാർട്ട്ണർ അക്കൗണ്ടിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ഇപ്പോഴേ അത് മാറ്റി വെച്ചാൽ മതി. ഓക്കെ. അപ്പം ഗെയിൻ വരുന്ന ആൾക്കാർക്ക് ഇപ്പം നഷ്ടമായിരിക്കും. ഗെയിൻ വരുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന്, അവരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ ഇപ്പൊ പോകുന്നുണ്ട്. ഓക്കെ. ബട്ട് ഫ്യൂച്ചറിൽ ആ പൈസ എന്ത് ചെയ്യും, കിട്ടും. അയാൾക്ക് കിട്ടിയിട്ട് അയാളെ സംബന്ധം പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത രീതിയിൽ സെറ്റ് ഓഫ് ആവും. ഓക്കെ. സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം കുറച്ച് പൈസ കിട്ടുമെങ്കിൽ ഫ്യൂച്ചറിൽ ആ പൈസക്ക് തിരിച്ച് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോവാ, ഗെയിൻ ചെയ്യുന്ന പാർട്ട്ണർ അക്കൗണ്ടിൽ. അപ്പൊ ഫ്യൂച്ചറിൽ വരാമെന്ന നഷ്ടം ഇപ്പോഴേ എന്ത് ചെയ്തായി, സെറ്റ് ഓഫ് ആവും. ഓക്കെ. അപ്പം ആ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ബുക്കില്ലാത്ത ഗുഡ്വില്ലിനെ പറ്റിയിട്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ആലോചിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റയർ ചാപ്റ്ററിൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം ഇതാണ്. ഒന്ന്, നമ്മളെ റിസർവ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഓൾഡ് ആൾക്കാർ ഇപ്പോഴേ വീതിച്ചെടുക്കുക. പിന്നെ നെറ്റ്വർത്തിനെ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റീവാലുവേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റോ ലോസോ എന്ത് ചെയ്യുക, ഓൾഡ് ആൾക്കാർ മാത്രം വീതിച്ചെടുക്കുക. പിന്നെ മുഖ്യമല്ലാത്തൊരു കാരണം, നമുക്ക് കാണാൻ പറ്റാത്തൊരു ഓറ അല്ലെ ഗുഡ്വിൽ ഉണ്ട്. ഓക്കെ. ആ ഗുഡ്വിൽ കാരണം കുറച്ചാല് ആൾക്കാർക്ക് ഇനി അങ്ങോട്ടേക്ക് ചേഞ്ചസ് കാരണം ഗെയിന് വരുന്നുണ്ട്. ആ ഗെയിന് വരുന്ന ആൾക്കാർ ഇപ്പോഴേ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ടേക്ക് സാക്രിഫൈസ് വരാൻ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോഴേ ആ പോർഷൻ എന്ത് ചെയ്യുക, കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചേഞ്ചിനെ തീർക്കാം. അതാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ആക്ച്വലി ഇതാണ് പാർട്ട്ണർഷിപ്പിൽ നടക്കുന്നത്. സോ അപ്പം ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഐഡിയ കിട്ടിയില്ലേ? ഇനി അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. അപ്പം ഈ മെയിനായിട്ട് ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. റിട്ടയർമെന്റ് ഡെത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ പുറമേ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അല്ലാതെ മെയിനായിട്ട് ഈ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസിൽ തരുന്ന അഡീഷണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, ഗുഡ്വിൽ വാല്യുവേഷനിൽ വരുന്ന എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല, എൻ്റർലി നിങ്ങൾക്ക് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഫുള്ളി സോൾവ് ചെയ്ത് ഞാൻ തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ്, കാരണം അങ്ങനെ സോൾവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ക്ലാസ് കുറേ ലെങ്തി ആക്കുന്ന രീതിയിൽ മാറ്റുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് സിമ്പിൾ രീതിയിൽ ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് വരിക, ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ. ഇതിന്റെ ആൻസർ കീ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ നോട്ട്സിൽ CMA ഇന്റർമീഡിയറ്റ് എന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. സ്റ്റിൽ അവര് CMA ഇന്റർമീഡിയറ്റ് പാർട്ട്ണർഷിപ്പ് പഠിക്കുന്നത് CMA ഇന്ററിൽ എത്തുമ്പോഴാണ് അവർ ആ പാർട്ട്ണർഷിപ്പിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ അവരുടെ സിലബസിലുള്ളത്, അവരുടെ ഫൗണ്ടേഷനിലെ കാര്യത്തിൽ ഇല്ല. ഓക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അവർ ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്ന കാര്യങ്ങൾ CA ഫൗണ്ടേഷൻ ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ യു ആർ അന്ത ലെവൽ. യാ, ഇതൊരിക്കലും അവരുടെ അടുത്ത് പോയിട്ട് പറയണ്ട. അല്ലെങ്കിൽ പൊതുവെ എൻ്റെ പിള്ളേർ പൊതുവെ പറയുന്ന കംപ്ലൈൻസ് ആണ്, CMA പിള്ളേർ എന്താ പറയുക, സാറിന് CA പിള്ളേർ ആളാണ് കുറച്ചൊരു ചായ്വ് കൂടുതൽ. ഓക്കെ. അതുകൊണ്ട് പുറത്ത് പറയണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഈ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, നോട്ട്സ് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ചാനൽ PDF ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതാണ് ചാനലിലെ ഏറ്റവും വലിയ പ്രശ്നം. ചാനലിലെ ഫോട്ടോസ് മാത്രമേ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ PDF പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്യുമെന്റ്സ് പോലത്തെ കാര്യങ്ങൾ ചാനൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റിക്വയർമെന്റ് ഉള്ളതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തോ എന്ന് പറയാറ് ഞാൻ അധികം. നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തോ എന്ന് പറയാം. ഓക്കെ. അപ്പൊ അഡ്മിഷൻ കേസിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഓക്കെ,
റാമും മോഹനും ഇവർ രണ്ടുപേരാണ്. ഓക്കെ, രണ്ടുപേര് ഉള്ള ബിസിനസ് ആയിരുന്നു. ഓക്കെ, ഏത് റേഷ്യോയിൽ അവർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്? 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റ് ഇത്രയും കാലം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ ക്യാപിറ്റൽ ഫിഗർ ഉണ്ട്. ഓക്കെ, അതേപോലെ ഒരു ലയബിലിറ്റി ഉണ്ട്, കുറെ അസറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തില്ല? റിസർവ്സ് ഇല്ല. അപ്പൊ പ്രത്യേകിച്ച് റിസർവ്സ് എന്ത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ട്രാൻസ്ഫർ ചെയ്യേണ്ട. പിന്നെന്താ? ഈ ലയബിലിറ്റീസ് അല്ലെ. പിന്നെ വരുന്ന പ്രശ്നം ഈ ലയബിലിറ്റി അസറ്റിലും മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് റീവാലുവേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് അത് എന്ത് ചെയ്യണം? ആർക്ക് മാത്രം? പഴയ ആൾക്കാർ ആരൊക്കെയാ? റാമു മോഹൻ, അവരെ പഴയ റേഷ്യോ എന്ത് ചെയ്യാ? 3:2 കൊടുക്കാനുണ്ടോ നോക്കാം. പിന്നെ അഡീഷണൽ നോക്കേണ്ടത് ഗുഡ്വിൽ ആണ്. ഓക്കെ, ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം എന്താ? മാറ്റം എന്താ സംഭവിക്കാൻ പോകുന്നത്? യെസ്, ആര് വരാൻ വേണ്ടി പോകുന്നുണ്ട്? ശ്യാം. ഓക്കെ, ശ്യാം വരാൻ വേണ്ടി പോകുന്നുണ്ട്. ശ്യാം പുതുതായിട്ട് വരുന്നത് കാരണം പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ത് മാറ്റം വരാൻ വേണ്ടി പോകുന്നുണ്ട്? 5:3:2 ആയി മാറാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗെയിനിങ്, സാക്രിഫൈസിങ്, അങ്ങനെ കുറെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ, ഓക്കെ, അത് ഒന്നും കൂടി ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാം. അതിൽ കയറി കഴിഞ്ഞാൽ അതിനാ പണ്ട് മുമ്പ് പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരെ ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങളായിരുന്നു. ഓക്കെ, അതെന്താ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. എന്താ പറയുക, ഞാൻ വീണ്ടും അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് ത്രൂ കണ്ടതിനായി സാക്രിഫൈസും ഗെയിനിങ് അതിൻ്റെയൊക്കെ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓക്കെ, ഈ റേഷ്യോയിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. 3:2 നിന്ന് എന്തിലേക്ക് മാറുന്നു? 5:3:2. അപ്പൊ റേഷ്യോ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഗെയിൻ വരാം, കുറച്ച് പേർക്ക് സാക്രിഫൈസ് സംഭവിക്കാം. ഓക്കെ, അപ്പം റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം. അതേപോലെ തന്നെ പിന്നെ ഗുഡ്വില്ലിന്റെ കേസാണ്. ഓക്കെ, ഈസ് ടു പേ 25,000 ആസ് ഹിസ് ക്യാപിറ്റൽ. അയാൾ ക്യാപിറ്റൽ, ഓക്കെ, പുതിയതായിട്ട് വരുമ്പോൾ അയാൾ കുറച്ച് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ക്യാപിറ്റലായിട്ട് എത്ര കൊണ്ടുവരുന്നുണ്ട്? 25,000 ആൻഡ് 10,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അപ്പൊ ഇവിടെ എന്താ? ഗുഡ്വില്ലിന് വേണ്ടിയിട്ട് അയാൾ എത്ര കൊണ്ടുവരുന്നുണ്ട്? 10,000. അപ്പം പുതുതായിട്ട് ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം, അഡ്മിഷൻ നടക്കുന്ന പാർട്ട്ണർക്ക് എന്തായാലും ഗെയിനാണ് അല്ലെ? അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ട്ണർക്ക് എന്തായാലും ഗെയിൻ. അതുപോലെ റിട്ടയർമെന്റ് ഡെത്ത് സംഭവിക്കാൻ നമുക്ക് എന്തായാലും റിട്ടയർമെന്റ് ഡെത്ത് സംഭവിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും സാക്രിഫൈസ് ആണ്. ഓക്കെ, അപ്പൊ അഡ്മിഷൻ നടക്കാൻ പോകുന്ന ഈ പാർട്ട്ണർക്ക് എന്തായാലും എന്ത് വരുന്നുണ്ട്? ഗെയിൻ വരുന്നുണ്ട്. ആ ഗെയിന് കാരണം ഗുഡ്വിൽ കേസ് നമ്മൾ പറഞ്ഞു, ഗെയിൻ ചെയ്യുന്ന ആൾ എന്തായാലും സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം. അപ്പൊ 10,000 റുപ്പീസ് എന്ത് ചെയ്യണം? 10,000 റുപ്പീസ് എന്ത് ചെയ്യണം? ആർക്ക് കൊടുക്കണം? ആരാണോ ഇവർ രണ്ടുപേരിൽ നിന്നും, റാമിൽ നിന്നും മോഹനിൽ നിന്നും ആർക്കൊക്കെയാണോ സാക്രിഫൈസ് വരുന്നത്, ഏത് രീതിയിലാണോ സാക്രിഫൈസ് സംഭവിക്കുന്നത്, ആ രീതിയിൽ ഈ 10,000 രൂപേനെ എന്ത് ചെയ്യണം? ഷെയർ. അപ്പൊ ഇവിടെ ഗുഡ്വിൽ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നോർമലി ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ആ ഗുഡ്വില്ലിൽ നിന്ന് ഗെയിൻ വരാൻ പോകുന്ന പാർട്ട്ണറിന്റെ ഷെയർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ആ ഷെയർ വേണം ഗെയിൻ വരുന്ന പാർട്ട്ണർ ആർക്ക് കൊടുക്കാൻ? സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ ഗെയിൻ വരാൻ പോകുന്ന പാർട്ട്ണർക്ക് എത്രയാണ് ഷെയർ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എത്രയാണ് അയാൾ കൊണ്ടുവരേണ്ട ഗുഡ്വിൽ, അയാൾക്ക് കിട്ടാൻ പോകുന്ന ഗുഡ്വില്ലിന്റെ പോർഷൻ എത്ര, ഗെയിൻ വരാൻ പോകുന്ന ഗുഡ്വില്ലിന്റെ പോർഷൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എത്ര പറയുന്നുണ്ട്? 10,000 റുപ്പീസ് ആണെന്ന് പറയുന്നുണ്ട്. അത് അയാൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാള് മൊത്തം 35 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മളെ ബാങ്കിലേക്ക്, ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാങ്കിലേക്ക്, ഓക്കെ, ബാങ്ക് അക്കൗണ്ടിലേക്ക് അയാൾ മൊത്തത്തിൽ എത്ര കൊണ്ടുവരുന്നത്? 35,000 റുപ്പീസ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കൊണ്ടുവരുന്ന സമയത്ത് മൊത്തം, ഓക്കെ, അയാളുടെ പേരെന്തായിരുന്നു? ഷ്യാം അല്ലെ? മൊത്തം എന്തിലേക്ക് മാറ്റാം? ഷ്യാമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മൊത്തം 35,000 വന്ന പോലെ കാണിക്കാം. ഓക്കെ, ബട്ട് അതിൽ നമുക്ക് അറിയാം 10,000 റുപ്പീസ് ഷ്യാമിന്റെ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവന്നില്ല. ഷ്യാമിന്റെ ക്യാപിറ്റലിൽ നിന്ന് ആർക്ക് കൊടുക്കേണ്ട ഫിഗറാ? അതായത് സാക്രിഫൈസ് വരുന്ന ആൾക്കാർ കൊടുക്കേണ്ടതാണ്. അപ്പൊ ആദ്യം ക്യാപിറ്റലിലേക്ക് കാണിച്ചിട്ട് അതേ ക്യാപിറ്റലിനെ നമുക്ക് എന്ത് ചെയ്യാം? 10,000 റുപ്പീസ് അങ്ങ് കുറക്കാം. ഓക്കെ, കാരണം ഗെയിൻ ചെയ്യുന്ന പാർട്ട്ണറെ ഡെബിറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം എന്നാ? സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കണം എന്നാണ്. ഓക്കെ, എന്ത് ചെയ്യാം? അപ്പൊ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർ ആരൊക്കെയാണെന്ന് നോക്കാം. ഏത് റേഷ്യോയിലാണ് സാക്രിഫൈസ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഓൾഡ് റേഷ്യോ എന്ത് ചെയ്താൽ മതി? ന്യൂ റേഷ്യോ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഓക്കെ, റാമിന് എന്തെങ്കിലും സാക്രിഫൈസ് ഉണ്ടോ നോക്കുകയാണെങ്കിൽ റാമിന് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന എന്താ? 3:2. അതായത് 5 ഷെയറിൽ നിന്ന് 3 ഭാഗം ആയിരിക്കും കിട്ടിക്കൊണ്ടിരുന്നത്? റാമിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലെ? 3/5 കിട്ടിക്കൊണ്ടിരുന്ന റാമിന് ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ കിട്ടാൻ വേണ്ടി പോകുന്നത്? 5:3:2. അതായത് 10 വെറും 5 മാത്രമേ കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ. ഓക്കെ, എത്രയാണ് കിട്ടാൻ പോകുന്നത്? 10 വെറും 5 അല്ലെ? 5:3:2 അല്ലെ? സ്റ്റോറി നേരെ താഴെ തിരിച്ചല്ലേ?
ഓക്കെ, അതായത് 10 ഷെയറിൽ നിന്ന് 5 മാത്രമേ ആർക്ക് കിട്ടാൻ പോകുന്നുള്ളൂ, റാമിന് കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പൊ അത് മൈനസ് ചെയ്യാതീന നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് മൈനസോ സബ്ട്രാക്റ്റോ അഡീഷനോ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന് × 2 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിനോമിനേറ്റർ പോലെ ആക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് × 2 ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3/5 നമുക്ക് എന്ത് ആക്കാം, 6/10. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് 10 ഷെയർ, മുമ്പത്തെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 10 ഷെയർ ആണെങ്കിൽ മുമ്പ് എത്ര പോർഷൻ കിട്ടുമായിരുന്നു, 6 പോർഷൻ കിട്ടുന്ന റാമിന് ഇപ്പൊ 10 ഷെയർ പോലെ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര കിട്ടുന്നില്ല, അങ്ങോട്ടേക്ക് എത്ര കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ, 5 ഷെയർ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 1/10 ആയിരിക്കും നഷ്ടം സംഭവിക്കുന്നുണ്ട് അല്ലെ. പണ്ട് ഇങ്ങനെ ആയിരുന്നത് ഇനി ഇങ്ങനെ കിട്ടാമല്ലോ. അപ്പൊ 1/10 സാക്രിഫൈസ് ആര് ചെയ്യുന്നുണ്ട്, റാം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഷ്യാമിന്റെ അല്ലെ മോഹന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, മോഹന്റെ കേസ് നോക്കുകയാണെങ്കിൽ മുമ്പ് എന്തായിരുന്നു, ഓക്കെ, അതായത് 2/5 ആയിരുന്നു അല്ലെ, മുമ്പ് 2/5 ആയിരുന്നു. അപ്പൊ നമുക്ക് 10ലാണ് വേണ്ടത്, 10ൽ തന്നെ പറയാം. അപ്പൊ 2/5 10ലേക്ക് ആയിരുന്നെങ്കിൽ എന്ത് എന്ന് പറയാം, 4/10 എന്ന് പറയാം. മൈനസ് കറന്റ് ഇപ്പൊ എന്താ 5:3:2 എന്നല്ലേ പറഞ്ഞല്ലേ, 5:3:2, അപ്പൊ 3/10 അല്ലെ, 3/10. ഓക്കെ, അപ്പൊ 3/10. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ, പണ്ട് 10 ഷെയർ ആക്കുകയാണെങ്കിൽ അതിന് 4 ഷെയർ ആര് കിട്ടുമായിരുന്നു, മോഹന് കിട്ടുമായിരുന്നു. ഇപ്പൊ അതേ 10 ഷെയർ ആക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് എത്ര കിട്ടും, അപ്പൊ ഇവിടെയും 1/10 എന്ത് സംഭവിക്കും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 1:1 ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. ഓക്കെ, രണ്ടുപേരും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് 2/10 ആർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷ്യാമിന്റെ കേസ് നോക്കേണ്ട ആവശ്യം, എന്നാലും പറയാണ്, ഷ്യാമിന് എന്താ 0 ആയിരുന്നു പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പൊ എന്ത് സംഭവിക്കുന്നു, 2/10. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഷ്യാമിന് -2/10 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സാക്രിഫൈസിങ്ങിന്റെ പോയിന്റ് ഓഫ് ചിന്തിക്കുമ്പോൾ ഇവർ രണ്ടുപേർക്കും 1/10 വെച്ച് സാക്രിഫൈസ് സംഭവിക്കുമ്പോൾ സാക്രിഫൈസിങ് പോയിന്റ് ഓഫ് മൈനസ് വന്നു. അപ്പൊ സാക്രിഫൈസിങ് പോയിന്റ് ഓഫ് മൈനസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ എന്ത് വന്നു, ഗെയിൻ. അപ്പൊ സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും സത്യത്തിൽ പറഞ്ഞ ഈക്വൽ ആണ്. അത് ഞാൻ കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, മറ്റേ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പം ഇവിടെ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ സാക്രിഫൈസ് പോയിന്റ് ഓഫ് ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് എന്ത് വന്നെന്നാണ്, ഗെയിൻ വന്നെന്നാണ്. ഗെയിനിങ് പോയിന്റ് ഓഫ് ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് വന്നെന്നാണ്, സാക്രിഫൈസ് വന്നെന്ന് അർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ സാക്രിഫൈസിങ് പോയിന്റ് ഓഫ് ഓൾഡ് മൈനസ് ന്യൂ ചെയ്തപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും 1/10 ആ 1 ഇവിടെ എന്തായിട്ട് വന്നു, -2 വന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാക്രിഫൈസിങ് റേഷ്യോ വരുന്നത്. ഇവർ രണ്ടുപേരും ഓരോന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തപ്പോൾ ആ സാക്രിഫൈസ് ചെയ്ത് ഓരോന്നും ആർക്ക് പോയി, 2 -2 ആർക്ക് കിട്ടി അല്ലെ, 1 കൂടി അങ്ങനെ -2 ആർക്ക് കിട്ടുന്നുണ്ട്, പുതിയതായിട്ട് വന്ന ഷ്യാമിന്. അപ്പൊ ഷ്യാം പുതിയതായിട്ട് കൊണ്ടുവരുന്നത് ഈ -2 ഗെയിന് വരുന്നതിനാണ്, ഷ്യാം 10,000 റുപ്പീസ് എന്ത് കൊണ്ടുവരുന്നുണ്ട് ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞേ, ഗുഡ് വിൽ. അതൊക്കെ നോർമലി എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ട് അതിന്റെ പോർഷൻ എത്രയാണ് നമുക്ക് കിട്ടി, 10,000. ഓക്കെ, അപ്പൊ ഷ്യാമിന്റെ ക്യാപിറ്റൽ എന്നുള്ള ഈ 10,000 നമ്മൾ ഓൾറെഡി നേരത്തെ എൻട്രി പോലെ പകുതി കിട്ടി വെച്ചിട്ടില്ലേ. ഓക്കെ, ഈ 10,000 ആർക്കൊക്കെ കൊടുക്കണം, ഓക്കെ, ആകെ കൊടുക്കണം, റാമിനും മോഹനും അല്ലെ. ഓക്കെ, റാമിനും മോഹനും കൊടുക്കണം. റാമിന്റെ ക്യാപിറ്റലിലേക്കും മോഹന്റെ ക്യാപിറ്റലിലേക്കും 5,000 വെച്ച് റിപ്ലൈ നമ്മൾ എന്ത് ചെയ്യാം, വിധിച്ചു കൊടുക്കാം. ക്ലിയർ അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഷ്യാം കൊണ്ടുവരുന്ന മൊത്തം ഫിഗർ ആദ്യം ക്യാപിറ്റലിൽ കാണിക്കാം, മൊത്തം 35,000 ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു 10,000 ഡെബിറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കാം, റാമിനും മോഹനും ഈക്വൽ ആയിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താ, അസറ്റ് റീവാലുവേഷൻ. ബിൽഡിംഗ് 18,000 എത്ര ആക്കാനാ പറഞ്ഞത്, 7th. അപ്പൊ 25,000. അപ്പൊ 7,000 എന്ത് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ രീതി ചിന്തിക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, അവിടെ എന്താ പ്രോഫിറ്റ് ആണ് വന്നത് അല്ലെ, ഏതിന്റെ കേസിൽ, ബിൽഡിങ്ങിന്റെ കേസിൽ പ്രോഫിറ്റ്. അപ്പൊ ഏത് സൈഡാ, ക്രെഡിറ്റ് സൈഡിൽ എത്ര പ്രോഫിറ്റ്, 7,000 പ്രോഫിറ്റ് അല്ലെ. 18,000 ഏതിലേക്ക് എത്തണം, 25ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ 7,000 കൂട്ടണം. ഓക്കെ, പ്ലാന്റ് ആൻഡ് മിഷനറി 15,000 12,000. അപ്പൊ 3,000 കുറക്കാനാണ് മാർക്കറ്റ് വാല്യൂ പറയുന്നത്. അപ്പൊ കുറയണം. അപ്പൊ പ്ലാന്റ് ആൻഡ് മിഷനറി കുറയുമോ അല്ലെ, 15,000 എത്ര, 12,000. അപ്പൊ 3,000 കുറയണം. 3,000 നഷ്ടമാണ് സംഭവിക്കുക, ലോസ് ആണ് പ്ലാന്റ് ആൻഡ് മിഷനറി കേസിൽ സംഭവിച്ചത്. ഇൻവെന്ററി 12. അപ്പൊ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തേണ്ട, മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂ എന്താണ്, സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ല. അപ്പൊ ട്രേഡ് റിസീവബിൾ എത്ര, 10,000 എത്ര ആക്കാനാ പറയുന്നത്, 9,500. എന്ത് കാരണം, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഓക്കെ, അപ്പൊ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് PDD വന്നിട്ട് എത്ര വരുന്നുണ്ട്, 10,000 എത്ര ആവണം, 9,500 ആവണം. അപ്പൊ 500 എന്ത് നഷ്ടമാണ് സംഭവിക്കുക. ക്ലിയർ അല്ലേ.
Okay, it was found that there was a liability of 1,500 for goods received but no record in books. ഒരു 1,500 രൂപയുടെ ലയബിലിറ്റി ഉണ്ടായിരുന്നു, അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇപ്പോൾ ഉള്ള ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യാത്ത ഒരു ലയബിലിറ്റിയും കൂടി. അപ്പൊ ലയബിലിറ്റി കൂട്ടണം എന്ന് പറയുന്നത് അതും നഷ്ടമാണ് അല്ലെ. അപ്പൊ ട്രേഡ് പേയബിൾസ് ഒരാൾക്കും കൂടി ഒരു 1,500 കൂടി കൊടുക്കാണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കാണിക്കാൻ മറന്നുപോയി. അപ്പൊ ലയബിലിറ്റി കൂട്ടാണ് വേണ്ടത് അല്ലെ. ഒരു ലയബിലിറ്റി റെക്കോർഡ് ചെയ്യാത്ത ലയബിലിറ്റി അത് കൂടണം. അപ്പൊ അതും നഷ്ടമാണ് അല്ലെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 7,000 അല്ലെ, 7,000 അല്ലെ, ഈ 7,000 ഈ 3,000 ഇവിടെ എന്താ 7,000 ലാഭം ഉണ്ട്, ബട്ട് 3,000, 500, 1,500 നഷ്ടമാണ് അല്ലെ. അപ്പൊ എന്നാലും സ്റ്റിൽ പ്രോഫിറ്റ് ആണ്, 2,000 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആർക്ക് മാത്രം കൊടുത്താൽ മതി, പഴയ ആൾക്കാരായ റാമിനും മോഹനും. അവരുടെ റേഷ്യോ എത്ര, 3:2 അല്ലെ. ഓൾഡ് റേഷ്യോ അതിൽ കൊടുത്താൽ മതി അല്ലെ. ഓൾഡ് റേഷ്യോ എത്ര, 3:2 ആണ്, അതിൽ കൊടുക്കുക അല്ലെ. 3:2 കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് എത്ര കിട്ടും, റാമിന് 1,200 കിട്ടും, മോഹന് 800 കിട്ടും. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാണെങ്കിൽ എവിടെ പോകും, അതായത് അല്ലെ ബൈ റീവാലുവേഷൻ പ്രോഫിറ്റ് റാം, മോഹന്, ഷ്യാമിന് ഇവിടെ ഒന്നുമില്ല. റാമിന് എത്ര കിട്ടും, ഒരു 1,200 കിട്ടും, മോഹന് എത്ര കിട്ടും, 800 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് എഫക്റ്റ് വരാം. ഓക്കെ, ഗുഡ്വില്ലിന്റെ കേസിന് ആദ്യം ഗുഡ്വില്ലിന്റെ വേണമെങ്കിൽ ഇതേപോലെ പറയുകയാണെങ്കിൽ ഗുഡ്വില്ലിന്റെ കേസിൽ പറയാൻ ആദ്യം ഷ്യാം പൈസ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. എത്ര കൊണ്ടുവരുന്നുണ്ട്, 35,000 എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആദ്യം ഇവിടെ കാണിക്കാം. എന്നിട്ട് ഐത്തുനിന്ന് എന്ത് ചെയ്യാ, റാം, മോഹന്, ഷ്യാം. അതിന്ന് എന്ത് ചെയ്യാ, ഷ്യാമിന്റെ ക്യാപിറ്റലിന് ആ വന്ന 10,000 അതേപോലെ ഡെബിറ്റ് ചെയ്യാം. ആർക്കൊക്കെയാ പോകേണ്ടത്, ഡെബിറ്റ് ആർക്കൊക്കെയാ പോകേണ്ടത്, റാമിന് ആൻഡ് മോഹനുള്ള രീതിയിൽ രണ്ടുപേർക്കും കൂടി 10,000 ഡെബിറ്റ് ചെയ്യാം. എന്നിട്ട് അത് എന്ത് ചെയ്യാ, ഷ്യാമിന്റെ ക്യാപിറ്റലിൽ നിന്ന് റാമിന് ഒരു 5,000ഉം മോഹന് ഒരു 5,000 കിട്ടിയ പോലെ എന്ത് ചെയ്യാ, കാണിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു കോൺട്രാ എൻട്രി ആണ്. അതായത് ഇവിടുന്ന് ഇവിടുന്ന് 35 കാണിച്ചിട്ട് ആ 10,000 അതേപോലെ ഇവിടെ കുറച്ചു, ആ 10,000 ഇപ്പുറത്തേക്ക് ക്രെഡിറ്റ് ആയി. 5,000 വെച്ചിട്ട് എന്തായി, ക്രെഡിറ്റ് ആയി. ഓക്കെ, ഒരേ ലെഡ്ജറിലെ തന്നെ ഡെബിറ്റിനും ക്രെഡിറ്റിനും വരുന്ന സിറ്റുവേഷൻ ആണ് അതവിടെ സംഭവിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ഉള്ളൂ. ഓക്കെ, ഇവിടെ റിസർവ്സ് ഒന്നും ഇല്ല, റീവാലുവേഷൻ കൃത്യമായി ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, ഓരോരുത്തർക്ക് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? അത് ചെയ്തു കൃത്യമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ, ഇനി ഇത് ചെയ്തു അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട്, നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ ഒക്കെ തുടക്കത്തിൽ ഉണ്ടാവുക, അതൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കുക. അതൊക്കെ വെച്ചിട്ട് പുതിയ ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് വരച്ചാൽ മതി. ക്ലിയർ അല്ലേ? കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കൃത്യമായിട്ട് അടുത്ത മെമ്മോറാണ്ടം റീവാലുവേഷന്റെ കൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും 3:2 സെയിം റേഷ്യോ തന്നെയാണ്. ഇവിടെയും രണ്ട് ക്യാപിറ്റൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ റിസർവ്സ് ഇല്ല, ജസ്റ്റ് ലയബിലിറ്റീസും കുറച്ച് അസറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സി എന്ന് പറഞ്ഞ പാർട്ട്ണറെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്. സി 50,000 ക്യാപിറ്റലും 10,000, ഇവിടെ മൊത്തം 60,000 റുപ്പീസ് അല്ലെ. 50 ക്യാപിറ്റലും 10,000 ഗുഡ് വില്ലിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര, 60,000 റുപ്പീസ് മൊത്തത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ നമുക്കറിയാം 10,000 റുപ്പീസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഗുഡ് വില്ലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 10,000 സി കൊണ്ടുവരുന്നത്, സി ഗെയിന് വരുന്നത് കൊണ്ടാണ് സാക്രിഫൈസ് ചെയ്ത രീതിയിലാണ് വരുന്നത് നോക്കണം. അത് നമുക്ക് സാക്രിഫൈസ് അറിയണമെങ്കിൽ പുതിയ റേഷ്യോ എത്ര എന്നുള്ളത് അറിഞ്ഞാൽ മതി അല്ലെ. പുതിയ റേഷ്യോനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പുതിയ റേഷ്യോനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. ഓൾഡ് റേഷ്യോ 3:2 എന്ന് പറയുന്നുണ്ട്. ന്യൂ റേഷ്യോ, അതായത് സിക്ക് എത്ര കൊടുക്കാൻ പോകുന്നത്, 5-ൽ 1 ആർക്ക് കൊടുക്കാൻ പോകുന്നത്, സി കൊടുക്കുക. ബാക്കി 4-ൽ 5 ബാക്കിയുണ്ട് അല്ലെ. മൊത്തം 5 ഷെയർ ആക്കിയിട്ടാ പുതുതായിട്ട് അവർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരു ഷെയർ ആർക്കാ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, പുതുതായിട്ട് വരുന്ന സിക്കാണ് അതിൽ ഒരു ഷെയർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു ഷെയർ സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 ഷെയർ ഉണ്ടാവുമല്ലോ, അതാണ് ആരെടുക്കേണ്ടി വരിക, എയും ബിയും എടുക്കേണ്ടി വരും. അപ്പം പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാണെങ്കിൽ, ന്യൂ ഷെയർ, നേരത്തെ ക്വസ്റ്റ്യനിൽ ന്യൂ ഷെയറിനെ പറ്റി പറയുന്നുണ്ട്, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കിയുള്ള 4/5 അവർ ഏത് റേഷ്യോയിൽ വീതിച്ചെടുക്കും, അവരെ ഓൾഡ് റേഷ്യോയിൽ വിധിച്ചെടുക്കും. അതായത് 4/5 അല്ലേ ബാലൻസ് ഉള്ളത്, പുതിയതായിട്ട് കൊടുത്ത അവരെ സിക്ക് കൊടുത്ത ബാലൻസ് കഴിച്ചിട്ട്, അതായത് ബാലൻസ് എത്രയുണ്ട്, 4/5 ഉണ്ട്. അതിന്റെ 3/5 ആരെടുക്കും, എ എടുക്കും. അതേ 4/5ന്റെ ബാക്കിയുള്ള 2/5 ആരെടുക്കും. ഇങ്ങനെയാണ് എന്ത് കിട്ടുക, ന്യൂ റേഷ്യോ കിട്ടുക. ബട്ട് നമുക്ക് ഇവിടെ ന്യൂ റേഷ്യോയിലല്ല കാര്യം, നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അപ്പൊ ന്യൂ റേഷ്യോ സൈലന്റ് ആണെങ്കിൽ,
ഓക്കെ, അവിടെ എന്തെടുക്കാം, ഇവരെ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും ഇവരെ എന്ത് റേഷ്യോ എന്ന് പറയുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു അഡ്മിഷന്റെ കേസിൽ അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണറെ റേഷ്യോ തന്നിട്ടുണ്ട്, ബട്ട് ന്യൂ ബാക്കിയുള്ള റിമൈനിങ് പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, ഓൾഡ് പാർട്ട്നേഴ്സ്, അവരുടെ റേഷ്യോ പറയുന്നില്ല എന്നാണെങ്കിൽ, അവരെ ന്യൂ റേഷ്യോനെ പറ്റി സൈലന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവരെ ന്യൂ റേഷ്യോ എങ്ങനെയാണ് അവർ എടുക്കുന്നത് എന്നതിനെ പറ്റി ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാണെങ്കിൽ, അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ന്യൂ പാർട്ട്ണർക്ക് കൊടുത്ത റേഷ്യോ കഴിച്ചിട്ടുള്ള ബാലൻസ്, അതായത് ഇവിടെ 4/5, ആ 4/5 അവർ ഈ റേഷ്യോയിൽ എന്ത് ചെയ്യും, വീതിച്ചെടുക്കും. 3/5 അതുപോലെ 2/5 എന്ന രീതിയിൽ രണ്ടുപേരും വീതിച്ചെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കിട്ടുന്ന ഉത്തരം അവരെ ന്യൂ റേഷ്യോ ആയിരിക്കും. ബട്ട് അത് അവിടെ മനസ്സിലാക്കുക, അവിടെ എന്നേരം കിട്ടാൻ പോകുന്ന സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അവർ ഓൾഡ് റേഷ്യോ ആയ 3:2 ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പൊ നമുക്കിവിടെ വേണ്ടത് എന്താ, സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അപ്പൊ പ്രത്യേകിച്ച് ന്യൂ റേഷ്യോ കണ്ടുപിടിച്ച് ഓൾഡ് നിന്ന് ന്യൂ മൈനസ് ഒക്കെ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം എന്നില്ല, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം എന്നില്ല. നമുക്കിവിടെ ഡയറക്റ്റ്ലി ഈ റേഷ്യോ തന്നെയായിരിക്കും, നിങ്ങൾക്ക് അവനെ ട്രൈ ചെയ്ത് നോക്കാം, ഈ റേഷ്യോ തന്നെയായിരിക്കും എന്ത്, ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 എന്ന് പറയുന്ന ഗുഡ് വിൽ ഫിഗറിനെ, സി കൊണ്ടുവരുന്ന ഈ ഫിഗറിനെ സിന്റെ ക്യാപിറ്റൽ, ആദ്യം സിന്റെ ക്യാപിറ്റലിലേക്ക് മൊത്തം 60,000 എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അതിനുശേഷം സിന്റെ ക്യാപിറ്റലിൽ നിന്ന് ഈ 10,000 ഡെബിറ്റ് ചെയ്തിട്ട് അത് ആർക്കൊക്കെ കൊടുക്കാം, എക്കും ബിക്കും ഏത് റേഷ്യോക്ക് എടുത്താൽ മതി, 3:2 റേഷ്യോ, അതായത് 6,000 എക്കും 4,000 ആർക്കും കൊടുത്താൽ മതി, എയിലും ബിയിലും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. എൻട്രി ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളോട് അടുത്ത റീവാലുവേഷന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എത്ര, 2% മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ട്രേഡ് റിസീവബിൾ ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ ചെയ്യുകയാണെങ്കിൽ PDD അല്ലെ, PDD എത്രയാ പറഞ്ഞത്, ഈ 25,000 ട്രേഡ് റിസീവബിളിന്റെ മുകളിൽ 2% പറഞ്ഞത്. അപ്പൊ എത്ര വരും, 500 രൂപ വരെ. 25,000 മുകളിൽ 2% എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ എത്ര വരും, 500 രൂപയാണ് എന്ത് വരാ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വരാം. ക്ലിയർ അല്ലേ? ഓക്കെ, അത് നഷ്ടമല്ലേ, PDD എന്താ, ഡെപ്റ്റേഴ്സ് കുറയ്ക്കേണ്ട കാര്യമാണ്, അപ്പൊ നഷ്ടമാണ്. ഇൻവെന്ററി റിട്ടേൺ ഡൗൺ എത്ര, 10% ഇൻവെന്ററി കൊടുക്കണം. അപ്പൊ 30,000ന്റെ 10% അല്ലെ, എത്ര വരും, 3,000 വരും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താ, ഫ്രീ ഓൾഡ് പ്രിമൈസസ് ടു ബി റീവാലുഡ് അറ്റ് 2 lakh റീവാല്യൂ ചെയ്യാനാ പറയുന്നത്. ഇവിടെ എത്രയല്ലേ, 2 lakh, ഇവിടെ 40,000. അപ്പൊ 40,000 ഇൻക്രീസ് ആവും അല്ലെ, ഫ്രീ ഹോൾഡ് പ്രിമൈസസ് 40,000 കൂടി എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പൊ പറയുന്ന ലാംഗ്വേജ് ശ്രദ്ധിക്കണം. ഓക്കെ, ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്ലാന്റ് എത്രയിലേക്കാണ് റീവാല്യൂ, 35. പ്ലാന്റ് ഇപ്പൊ എത്രയിലുള്ളത്, 40. അപ്പൊ 5,000 കുറക്കണം അല്ലെ, പ്ലാന്റ് എന്ന് 5,000 കുറയും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ, ഫർണിച്ചർ 25. ഫർണിച്ചർ ഇപ്പൊ കറന്റ് എത്രയിലുള്ളത്, 20. അപ്പൊ 25,000 5,000 ഫർണിച്ചർ കൂട്ടണം അല്ലെ. ഓക്കെ, ഞാനിങ്ങനെ വൃത്തിയില്ലാത്തതുപോലെ എഴുതുന്നത്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, വാട്ടർ നീറ്റ്നെസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് എക്സാമിന് ഈ പ്രാക്ടീസ് ചെയ്ത ഫ്ലോ അനുസരിച്ചിട്ട് നീറ്റ് ഇല്ലാത്ത പോലെ ആവാൻ പാടില്ല. അപ്പൊ എക്സാമിന് ഞാൻ പറയുന്നത് വലിയ എക്സ്ട്രാ ഓർഡിനറി കുറെ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വരക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് എന്താ പറയുക, ഒരു ഓർഡർ ഉണ്ടായാൽ മതി. ഇവൻ ബോക്സ് കള്ളി, അതായത് ഈ ലൈൻസ് ഡ്രോ ചെയ്തിട്ടില്ലേ പോലും ഒരു പ്രശ്നമില്ല, ബട്ട് ഒരു പക്ക ഓർഡറിൽ സ്പെല്ലിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രസന്റേഷൻ വരുത്തിയാൽ മതി. അതാണ് ഈ ലൈൻസ് വേണം, ബോക്സ് വേണം എന്നില്ല, ഹെഡിങ്ങും കാര്യങ്ങളും ഉണ്ടാവുക, കൃത്യമായിട്ട് അക്കൗണ്ടിന്റെ നെയിമെല്ലാം കറക്റ്റ് വരാം, എമൗണ്ട് ഒക്കെ കറക്റ്റ്, കോളം ഇല്ലെങ്കിലും എമൗണ്ട് ഒക്കെ നേരെ ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, കാരണം അത്രയും കോൺഫിഡൻറ്റ് പറയാൻ കാരണം ഞാൻ CA എഴുതിയതും CMA എഴുതിയതും ഈ 2 എക്സാംസ് എഴുതിയത് ഈ രീതി തന്നെയാണ്. എന്നിട്ട് 2 എക്സാം ഞാൻ പാസ്സായിട്ടുണ്ട്. സോ ഫൗണ്ടേഷനും ഇന്ററും ഒക്കെ ഞാൻ ആ രീതിയിൽ തന്നെ ചെയ്തത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങളെ കണ്ടന്റ് കൃത്യമായിട്ട് വായിക്കാൻ മനസ്സിലാവുന്ന രീതിയിൽ ഓർഡറിൽ എഴുതിയാൽ മാത്രം മതി. ലൈൻസും കാര്യങ്ങളും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനു വേണ്ടി സമയം അധികം കളയും വേണ്ട. ഓക്കെ, ബട്ട് വേർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പം ഫർണിച്ചർ 5,000 ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഓഫീസ് എക്യുപ്മെന്റ് എത്ര, 27,500 ആണ് അല്ലെ. ഇവിടെ 20,000 അല്ല, ഓഫീസ് എക്യുപ്മെന്റ് 25 ആണ്, ഇവിടെ 27,500 ആണ്. അപ്പൊ 2,500 ഓഫീസ് എക്യുപ്മെന്റ് എന്ത് ചെയ്യണം, ഓഫീസ് എക്യുപ്മെന്റിൽ നിന്ന് ഒരു 2,500 കൂടി ഇൻക്രീസ് ചെയ്യണം. അവിടെയും ലാഭമാണ് അല്ലെ, പ്രോഫിറ്റ് അല്ലേ. ഓക്കെ,
Next, the partners agreed that values of the asset and liabilities remain the same, and as such, there should not be any change in the book value as a result of the above mentioned adjustment. മേലെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് കാരണം ബുക്ക് വാല്യൂലൊന്നും യാതൊരു ചേഞ്ചും വരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനൊരു പോസ്റ്റിംഗ് നടത്തിയത് കാരണം ഈ അക്കൗണ്ട് ഒക്കെ എന്തായി, ഈ സൈഡിൽ എഴുതിയ അസറ്റ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്, ഈ സൈഡിൽ എഴുതിയ അസറ്റ് ഒക്കെ എന്തായിട്ടുണ്ട്, ഡിക്രീസ് ആയിട്ടുണ്ട്. ബട്ട് ഇതിന്റെ ഈ ഇൻക്രീസോ ഡിക്രീസോ എവിടെ ഇതിന്റെ എഫക്ട് ബാലൻസ് ഷീറ്റിൽ വരാൻ വേണ്ടി പാടില്ല എന്നാ പറഞ്ഞത്. അതിനർത്ഥം ഇവിടെ വരക്കാൻ വേണ്ടി പറയുന്നത് എന്ത് റീവാലുവേഷനാണ്, മെമ്മോറാണ്ടമാണ്. അതായത് നമ്മൾ ആദ്യം ഇപ്പൊ ഈ റീവാലുവേഷൻ നടത്തിയില്ലേ, ഇതൊക്കെ സാധാരണ പോലെ തന്നെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം അല്ലെ. അപ്പം ഒരു സെയിലിൽ 40,000 പ്ലസ് 5,000 പ്ലസ് 2,500, അങ്ങനെ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്, 47,500. ഇപ്പൊ സെയിൽ എത്ര, വെറും 500, ഒരു 3,000 ഒരു 5,000 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 39,000 എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അത് ആയിരിക്കാം ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോ അല്ലെ. ഓൾഡ് പാർട്ട്നേഴ്സ് ആരെ എയും ബിയും ഏത് റേഷ്യോ, 3:2 എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പൊ ഇവർക്ക് ഉണ്ടാക്കും എക്കും ബിക്കും ആദ്യം എന്ത് ചെയ്യുക, 3:2 എന്ത് ചെയ്യുക, ഇത് വീതിച്ച് കൊടുക്കാം. ഓക്കെ, അതായത് 23,400 അതേപോലെ തന്നെ എന്താ പറയാ 15,600 എന്ത് ചെയ്യുക, വീതിച്ചു കൊടുക്കാം. അതിനുശേഷം നേരെ തഴുതിരിക്കുക. ഇപ്പുറം എഴുതിയതൊക്കെ നേരെ എന്ത് ചെയ്യുക, അപ്പുറം എഴുതുക. അതായത് PDD എത്ര, PDD ഒരു 500 ഉണ്ടായിരുന്നു, ഇൻവെന്ററി 3,000 ഉണ്ടായിരുന്നു, അതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ഉണ്ടായിരുന്നു, 5,000 ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഇതേപോലെ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെ വരികയാണെങ്കിൽ ഫ്രീ ഹോൾഡ് പ്രീമൈസസ് എത്ര, 40,000, ഫർണിച്ചർ എത്ര, ഒരു 5,000, അതേപോലെ ഓഫീസ് എക്യുപ്മെന്റ് എത്ര, 2,500. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നേരത്തെ ഇവിടെ പ്രോഫിറ്റ് വന്നത് ഇവിടെ ഇപ്പൊ ലോസ് പോലെ കിട്ടും, 39,000. ഇതെന്ത് ചെയ്യാ, ഇപ്പൊ എന്ത് ചെയ്യാ, എക്കും ബിക്കും സിക്ക് ഏത് റേഷ്യോയിൽ കൊടുക്കാം, ന്യൂ റേഷ്യോയിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സിക്ക് എന്താ, സിക്ക് ഇവിടെ ഒന്നും പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഇവിടെ സിക്ക് എന്ത് മാത്രം, ലോസ് മാത്രം. കാരണം എന്താ, സിക്ക് ഫ്യൂച്ചറിൽ ഇത് കാരണം ഇത് ഈ ബുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാത്തത് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബുക്ക് വാല്യൂ ചേഞ്ച് വരുന്നില്ലെങ്കിൽ ഈ ലാഭം ഈ ഫ്യൂച്ചറിൽ ഇത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടുമല്ലോ, ഈ പ്രോഫിറ്റിന്റെ ലാഭം സിക്കും കൂടി വരും. സിക്ക് അതിന്റെ ഗെയിൻ, ആ ഗെയിൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഗെയിനിന് ഇപ്പോഴേ സീന്റെ അടുത്ത് പിടിക്കുന്ന പരിപാടിയാണ് ഇത്. ഓക്കെ, അപ്പൊ ഇപ്പൊ സിക്ക് ലോസ് ആണ്, ഫ്യൂച്ചറിൽ ആ ഗെയിന് കിട്ടും, അപ്പൊ സെറ്റ് ഓഫ് ആവും. അപ്പൊ ഇപ്പം എക്കും ബിക്കും ഫുൾ എമൗണ്ടിൽ നിന്ന് ഇതിൽ കുറച്ച് ന്യൂ റേഷ്യോയിലേക്ക് മാറ്റുന്ന സമയത്ത് ഇത്ര പോർഷൻ ആർക്ക് കിട്ടും, എക്കും ബിക്കും ഓൾറെഡി കിട്ടും. ഇനി കിട്ടാത്ത പോർഷനാണ് ഇത് രണ്ടും തമ്മിലെ ഡിഫറൻസ്. അതിനാണ് നമ്മൾ സാക്രിഫൈസ് എന്ന് പറയുന്നത്. ആ സാക്രിഫൈസ് ആർക്കും എവിടെ പോകുന്നുണ്ടാവും, സിക്കാണ്. അത് സീന്ന് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചെടുക്കും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെയിൻ വരുന്ന പാർട്ട്ണറിന് ആർക്ക് കൊടുക്കുന്ന പോലെ ആവുന്നുണ്ട്, സാക്രിഫൈസിങ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന പോലെ ആവുന്നുണ്ട്. ഏത് റേഷ്യോയില്, സാക്രിഫൈസിങ് റേഷ്യോയില്. അത് നമ്മൾ വേറെ രീതിയിൽ ചെയ്തെന്നുള്ളൂ. ആദ്യം ഓൾഡിൽ ചെയ്യുന്നു, പിന്നെ അത് എന്തിൽ ചെയ്യുന്നു, ന്യൂല് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഡിഫറൻസ് എന്താ, ആക്ച്വലി സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ഏത് രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ റേഷ്യോനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ ബാലൻസ് ഉള്ള 4/5 ഇൻറ്റു എന്ത് ചെയ്യുക, 3/2 ചെയ്താൽ എന്റെ ന്യൂ റേഷ്യോ കിട്ടും. 4/5 ഇൻറ്റു 2/5 ചെയ്ത് ആരെ റേഷ്യോ കിട്ടും, ബിന്റെ റേഷ്യോ കിട്ടും. കാര്യം മനസ്സിലായില്ലേ? ഇത്ര ഏത് ക്വസ്റ്റ്യൻ ഉള്ളൂ, ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഓക്കെ, ആ കാര്യം ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പ്രൊപ്പോർഷനേറ്റ് ഇതേ സെയിം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ഫൈനലി അതായത് ബ്രോഡോം വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ, അതായത് പ്രോഫിറ്റ് കൊടുക്കുന്നതും ലോസ് കൊടുക്കുന്നതും, ആ പുതിയതായിട്ടുള്ള പാർട്ട്ണർ ക്യാപിറ്റൽ ബാങ്ക് വഴി കൊണ്ടുവരുന്നതും, ആ ക്യാപിറ്റൽ നമ്മൾ സാക്രിഫൈസിങ് പാർട്ട്ണർക്ക് കൊടുക്കുന്നതും, ഗെയിനിങ് പാർട്ട്ണർ കാരണം സാക്രിഫൈസിങ് പാർട്ട്ണർക്ക് ഇവിടെ ആ ഗുഡ്വില്ലിന്റെ കേസും റീവാലുവേഷന്റെ കേസും അതൊക്കെ ഇവിടെ വരും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുമല്ലോ. ഓക്കെ, ആ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ ചെയ്തിട്ട് നോർമലി നിർത്താണ് ചെയ്യാറ്. ബട്ട് ചില ക്വസ്റ്റ്യൻ എടുത്തു പറയും, ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വേണ്ടി പറയും, ആ ബാലൻസിനെ പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു മെയിൻറ്റെയിൻ. ഓക്കെ, അവിടെയല്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ടു ബി പ്രൊപ്പോർഷനേറ്റ്ലി അഡ്ജസ്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് സെഡ് ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ത്രൂ കറന്റ് അക്കൗണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് കൃത്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു, അടുത്ത ഈ പ്രൊപ്പോർഷനേറ്റിന്റെ കേസ് നോക്കാന്ന് പറഞ്ഞു അല്ലെ. എക്സ് ആൻഡ് വൈ ആണ് ഇവിടുത്തെ ഓൾഡ് പാർട്ട്നേഴ്സ്. അവർ ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എത്രയായിരുന്നു, 5:3 ആയിരുന്നു അവർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവർ ആരെ അഡ്മിറ്റ് ചെയ്യുക, പുതിയതായിട്ടൊരു പാർട്ട്ണർ വരികയാണ്. ആരാണ് അയാൾ, സെറ്റ്. അയാൾക്ക് കൊടുക്കാൻ പോകുന്ന ഷെയർ എത്രയാ, 1/5 അല്ലെ. ഓക്കെ,
ഈ പ്രൈസ് 80,000 ആസ് ക്യാപിറ്റലായിട്ട് എത്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 80,000 ആണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ബട്ട് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് എനിത്തിങ് ടുവേർഡ്സ് ഗുഡ് വിൽ. നേരത്തെ 2 ക്വസ്റ്റ്യനിലും ഗുഡ് വില്ലിന് അവർ സെപ്പറേറ്റ് ഒരു എമൗണ്ടും കൂടി തരുന്നുണ്ടായിരുന്നു അല്ലെ, ആ എമൗണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റലിലും ഗുഡ് വില്ലിലും ടോട്ടൽ ഒപ്പരം ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് പോലും, എന്നിട്ട് ആ ഗുഡ് വില്ലിന്റെ പോർഷൻ ക്യാപിറ്റലിന് തിരിച്ച് ഡെബിറ്റ് ചെയ്തിട്ട് അവർ കൊടുക്കേണ്ട സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണ് ചെയ്തത്. ബട്ട് ഇയാൾ ക്യാപിറ്റൽ മാത്രമായിട്ട് 80,000 കൊണ്ടുവരുന്നതായിട്ടേ പറയുന്നുള്ളൂ, ഗുഡ് വില്ലിന് സെപ്പറേറ്റ്ലി കൊണ്ടുവരുന്നില്ല. ഓക്കെ, അപ്പൊ ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് അറിയില്ല. പകരം ഗുഡ് വിൽ വിച്ച് ഈസ് വാല്യൂഡ് അറ്റ് 60,000, ഗുഡ് വില്ലിന്റെ മൊത്തത്തിലുള്ള ഗുഡ് വില്ലിന്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നുണ്ട്, 60,000 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഗുഡ് വില്ലിന്റെ വാല്യൂ, ഈ ബിസിനസിന്റെ എൻ്റെ ഒരു ഗുഡ് വില്ലിന്റെ വാല്യൂ നിങ്ങൾ വാല്യൂ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ക്വസ്റ്റനിൽ കൃത്യമായിട്ട് ആ വാല്യൂ എത്രയാണെന്ന് പറയുന്നുണ്ട്, 60,000. ബട്ട് ഇവിടെ ഒരു പണിയെടുക്കണം. ഓക്കെ, നേരത്തെ ആ പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറെ ഗുഡ് വില്ലിന്റെ ഷെയർ എത്രയാന്നുള്ളതും കൂടി ഡയറക്ട്ലി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു, 10,000 വെച്ചിട്ട് അല്ലെ. ഇവിടെ അയാൾ എത്ര കൊണ്ടുവരുന്നുള്ള ഷെയർ തന്നിട്ടില്ല. അയാൾ അത് അഡീഷണൽ അയാൾ ഗുഡ് വില്ലിന് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് എൻ്റെ ഗുഡ് വിൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 60,000 ആണ് ക്വസ്റ്റനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പുതുതായിട്ട് വരുന്ന സെഡ് ആക്ച്വലി എത്ര ആയിരുന്നു ഗുഡ് വില്ലിന്റെ ഷെയർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? എൻ്റെ ഗുഡ് വില്ലിന്റെ അയാളെ ഷെയർ, അയാൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ഷെയർ എത്ര? ഇനി അങ്ങോട്ടേക്ക് അയാൾ ഈ ബിസിനസ്സിൽ ഓരോ എന്തൊരു സാധനത്തിന്റെയും എത്ര പോർഷൻ അയാളെ ഭാഗമാണ്. ഇനി അങ്ങോട്ടേക്ക് ഈ പ്രോഫിറ്റിന്റെ ഷെയർ, ഈ ബിസിനസിന്റെ 1/5 ഷെയർ ആരുടെ ഭാഗമാണ്? സെഡിന്റെ ഭാഗമായതുകൊണ്ട് ഇതിന്റെ 1/5 ആർക്ക് പോകും? ഇതിന്റെ 1/5 ഇനി അങ്ങോട്ടേക്ക് ആർക്ക് പോകുന്നതാണ്? ആർക്കാ പോവുക? അതായത് 12,000 റുപ്പീസ് ഇനി മുതൽ ആരതാ? സെഡിൻ്റെതാണ്. ബട്ട് അതായത് സെഡിന് ഗെയിൻ 12,000 വരുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ സെഡിന്റെ ഗുഡ് വില്ലിന്റെ ഷെയറിന്റെ പോർഷൻ എത്ര? 12,000 ആണ്. ആ 12,000 സെഡ് എന്ത് ചെയ്യണമായിരുന്നു? എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു. ബട്ട് ഇവിടെ അഡീഷണലി ക്യാഷ് ആയിട്ടോ ഫണ്ട് ആയിട്ടോ കൊണ്ടുവരുന്നില്ല. ബട്ട് നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 80,000 എന്ത് ചെയ്യും? എടുക്കും. 80,000 അങ്ങ് എടുത്തിട്ട് ആർക്ക് കൊടുക്കണം? ഈ 12,000 ആർക്ക് കൊടുത്തേ പറ്റുള്ളൂ? എക്സിനും വൈക്കും കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, ഏത് റേഷ്യോയിൽ? അവരെ സാക്രിഫൈസിങ് റേഷ്യോയിൽ. ക്ലിയർ അല്ലേ? അത് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി എല്ലാ അഡ്ജസ്റ്റ്മെന്റും പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട് ത്രൂ ആണ് ചെയ്യേണ്ടത് പറയുന്നത്. എന്താ കറന്റ് അക്കൗണ്ട്? പ്രത്യേകിച്ച് ഒന്നല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പെർമനന്റ് ആയിട്ട് വരുന്ന ചേഞ്ചസ് മാത്രമേ മെയിൻ ക്യാപിറ്റലിൽ കാണിക്കുള്ളൂ. ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് കാണിക്കുക? കറന്റ് അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. വാട്ട് എവർ അത് എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് പോലത്തെ 2 അക്കൗണ്ട് ആയെന്നുള്ളൂ. പക്ഷെ ക്രെഡിറ്റിന്റെ എന്താ പറയുക, ക്രെഡിറ്റ് ഡെബിറ്റിന്റെ റൂൾസ് ഒക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതിന് പകരം വേറൊരു കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് വരച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും കാണിക്കും. അത്രേ വ്യത്യാസമുള്ളൂ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ പ്ലാന്റ് ആൻഡ് മിഷനറി റീവാലുവേഷന്റെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ, ഒരു ക്രെഡിറ്ററിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ടു ബി പ്രൊപ്പോർഷനേറ്റ്ലി അഡ്ജസ്റ്റഡ് ഓൺ ദി ബേസ് ഓഫ് സെഡ് ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ത്രൂ കറന്റ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അയാളുടെ പ്രോഫിറ്റിന്റെ കാര്യങ്ങളൊക്കെ കറന്റ് അക്കൗണ്ടിലും, അതായത് അതേപോലെ സെഡിന്റെ ക്യാപിറ്റലിന്റെ ബേസിൽ എന്താക്കണം എന്നാണ് പറയുന്നത്. സെഡിന്റെ ക്യാപിറ്റലിന്റെ ബേസിൽ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ക്യാപിറ്റൽ അക്കൗണ്ടിനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അതേപോലെ പിന്നെ പറയാണ്, ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ ഒന്നും കാണാൻ പറ്റാത്ത ഒരാളുണ്ട്. ആര്? ജനറൽ റിസർവ്. നോർമലി എന്താ ചെയ്യാറ്? ഈ ജനറൽ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സ്, ഇവിടെ ആരൊക്കെ? എക്സും വൈക്കും അവരെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 5:3 അങ്ങ് വീതിച്ച് കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് ഇവിടെ എന്താ പറഞ്ഞേ? ജനറൽ റിസർവ്സ് എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്? ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അതായത് ജനറൽ റിസർവ് ഇതേപോലെ ഉണ്ടാവണം. ബട്ട് ഇത് കാരണം, അതായത് ഇത് ബുക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 60,000 1/5 അല്ലെ, അതായത് നേരത്തെ ഗുഡ് വില്ലിന്റെ അതേ എമൗണ്ട് തന്നെ 12,000 ആർക്ക് കിട്ടും? ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന സെഡിന് കിട്ടും. അപ്പൊ നേരത്തെ ഗുഡ് വില്ലിനും ഇതേ എമൗണ്ട് തന്നെയാണ്. അപ്പൊ ഗുഡ് വില്ല് ചെയ്യുന്ന സെയിം കാര്യം ഇവിടെ വീണ്ടും ഒരു എൻട്രി ഇടാം. അതായത് സെഡിന്റെ ക്യാപിറ്റലിൽ നിന്ന് 12,000 എടുത്തിട്ട് ആർക്ക് കൊടുക്കുക? എക്സിനും വൈക്കും കൊടുക്കുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് ഈ സെയിം എൻട്രി 2 വട്ടം വരും. എത്ര? 2. ഓക്കെ, 2 വട്ടം കാണിക്കണം. അത്ര വ്യത്യാസമുള്ളൂ. ആ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാനും ആ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം?
ഓക്കെ, ഗുഡ് വില്ലിന്റെയും റീവാലുവേഷനും പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്നത് ലാസ്റ്റത്തെ കാര്യമല്ലേ. ഓക്കെ, ഗുഡ് വില്ലിന്റെയും റീവാലുവേഷന്റെ കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. ഓക്കെ, തുടങ്ങാം. അപ്പൊ ആദ്യം ഇവിടെ നമുക്ക് സാക്രിഫൈസിങ് ഗുഡ് വില്ലിന്റെ കാര്യങ്ങളും ഇപ്പൊ ജനറൽ റിസർവിന്റെ കാര്യം എല്ലാം നമുക്ക് സാക്രിഫൈസിങ് അതിലേക്ക് ചെയ്യണം. ഓക്കെ, അതൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ന്യൂ റേഷ്യോ എത്രയാണെന്നുള്ളത് പറയാം. അപ്പൊ ന്യൂ റേഷ്യോനെ പറ്റി ഈ ക്വസ്റ്റ്യനും സൈലന്റ് ആയതുകൊണ്ട് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ഞാൻ പറഞ്ഞു 1/5. ഓക്കെ, 1/5 ഷെയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1/5 ഷെയർ ആണ് ആർക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന സെഡിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഓക്കെ, അങ്ങനെയാണ് അവിടെ ബാലൻസ് എത്ര ഉണ്ടാവും, 4/5 ഉണ്ടാവും അല്ലെ. ബാലൻസ് എത്ര ആയിരിക്കും, 4/5 ആയിരിക്കും അവിടുത്തെ ബാലൻസ് വരിക. അങ്ങനെയാണ് എക്സിനും വൈക്കും, അതായത് ആ ബാക്കിയുള്ള 4/5 വെച്ചിട്ട് എന്ത് ചെയ്യും, അവരെ ഓൾഡ് റേഷ്യോയിൽ അവർ എന്ത് ചെയ്യും, വീതിച്ചെടുക്കും. ഓൾഡ് റേഷ്യോയിൽ വീതിച്ചെടുക്കുകയാണെങ്കിൽ എത്ര, 5:3. അതായത് ഇതിന്റെ 5/8 ആരെടുക്കും, ഇതിന്റെ 5/8 എക്സ് എടുക്കും, ബാക്കിയുള്ള 3/8 ആരും എടുക്കും, വൈ എടുക്കും. അങ്ങനെയാണ് അവരെ ന്യൂ റേഷ്യോ വരിക. ഞാൻ അവിടെ എടുത്തു പറഞ്ഞു, നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു പറഞ്ഞതാണ്, അവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ സെപ്പറേറ്റ്ലി ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏത് തന്നെയായിരിക്കും, ഈ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും അവരെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും, 20/40 അല്ലെ. ഇവിടെ എത്ര വരും, 12/40 അല്ലെ. 20/40 അതുപോലെ 12/40. ഷോർട്ട് ആക്കുകയാണെങ്കിൽ എത്ര വരും, 10 അല്ലെ. അതായത് ഷോർട്ട് ആക്കുകയാണെങ്കിൽ 10/20. അതേപോലെ തന്നെ ഇത് ഷോർട്ട് ആക്കുകയാണെങ്കിൽ എത്ര വരും, 6/20. ഇനിയുമാണ് ഷോർട്ട് ആക്കുക അല്ലെ. ഓക്കെ, അത് 1/2. ഇവിടെ എത്ര വരും, 3/10 വരും അല്ലെ. അപ്പൊ നമുക്ക് എല്ലാം കൂടി പല രീതിയിലാവുന്നത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒന്നിലേക്ക് 20 എന്നുള്ള രീതിയിലേക്ക് എല്ലാ ഡിനോമിനേറ്ററും ഒരേപോലെ. ഇപ്പൊ എന്താ, ഒരാൾ 1/5, ഒരാൾ 10/20, ഒരാൾ 6/20. അപ്പം എല്ലാം ഒന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്ത് നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, അതിനാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ ഇതിനെ 20ലേക്ക് മാറ്റുകയാണെങ്കിൽ 20നെ മാറ്റാൻ എന്ത് ചെയ്താൽ 4/4 ചെയ്താൽ മതി. അപ്പൊ 4/20 എന്ന് വരും. അപ്പൊ എന്ത് കിട്ടി, 10:6:4 എന്ന് കിട്ടി. അങ്ങനെ വേണം നമുക്ക് ഒന്നും കൂടി ഷോർട്ട് ആക്കാം അല്ലെ. 5:3:2 എന്ന് വരും അല്ലെ. അപ്പൊ എത്ര റേഷ്യോ വരും, പുതിയ ന്യൂ റേഷ്യോ എത്ര, 5:3:2 ആണ് എന്ത് ഇവരെ ന്യൂ റേഷ്യോ വരാം. ആ ക്ലിയർ അല്ലേ. നിങ്ങൾക്ക് വേണം ഇവിടെ തന്നെ കട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റേഷ്യോയിലേക്ക് എത്തിക്കാം. ഓക്കെ, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫൈനലി എന്തായാലും ഏതിലേക്ക് എത്തും, 5:3:2. അത് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സമയത്ത് തോന്നുന്നത് ആ രീതി ചെയ്താലും ഉത്തരം തെറ്റാണെന്നും പോകുന്നില്ല. കട്ട് ചെയ്യുന്ന പൊസിഷൻ ടൈമിങ് മാറുന്നേ ഉള്ളൂ. ഫൈനലി ഏതിലേക്ക് തന്നെ എത്തും, ഷോർട്ട് ആയാൽ 5:3:2 തന്നെയാണ് ന്യൂ റേഷ്യോ വരാം. ഓക്കെ അല്ലെ. ഓക്കെ, അപ്പൊ ന്യൂ റേഷ്യോ ഇത് കിട്ടി. ഇനി സാക്രിഫൈസിങ് റേഷ്യോ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട, എന്നാലും നിങ്ങൾക്ക് വേണ്ട സംശയം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഞാൻ ചെയ്ത് നോക്കിയിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, അത് എന്ത് തന്നെയായിരിക്കും, അവർ ഓൾഡ് റേഷ്യോ ആയ 5:3 തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് ആ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് പറയണം. ഓക്കെ, അപ്പൊ 3 പാർട്ട്നേഴ്സ് ആണ് മൊത്തത്തിലുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെ 3 പാർട്ട്നേഴ്സ് അല്ല മൊത്തത്തിലുള്ളത് അല്ലെ. ഇപ്പം പുതിയ പാർട്ട്ണർ അടക്കം. ഓക്കെ, പുതിയ ന്യൂ പാർട്ട്നേഴ്സ് ഉണ്ട് 3 പാർട്ട്നേഴ്സ്. അതായത് എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് വെച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ബൈ ബാലൻസ് ബ്രോ ഡൗൺ അല്ലെ. അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ആവുക അല്ലെ. ബാലൻസ് ബ്രോ ഡൗൺ എന്തൊക്കെയുണ്ട്, ഓക്കെ, എക്സിന്റെയും വൈന്റെയും, അതായത് ഇവിടെ മെയിൻ രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, കറന്റ് അക്കൗണ്ട് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പം എക്സും വൈന്റെ മെയിൻ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ 80,000 60,000 അല്ലെ. 80,000 60,000 വരും. എക്സിന്റെ 80,000 വൈന്റെ 60,000 വരും. സെഡിന് ഓപ്പണിംഗ് അല്ലേ, സെഡ് പുതുതായിട്ട് വരാൻ പോകുന്നതല്ലേ. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തൊട്ട് ഡിവിഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറന്റ് അക്കൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ട് താഴെ തന്നെ കറന്റ് അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കറന്റ് അക്കൗണ്ടിനും ബാലൻസ് ഉണ്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ക്യാപിറ്റൽ അക്കൗണ്ടിലെ കാര്യങ്ങൾ രണ്ട് സ്ഥലത്തായിട്ട് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എക്സിന്റെ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് 5,000, വൈൻ്റെ എന്താ 6,000 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താവുക, സ്റ്റാർട്ട് ആവുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റിലേക്ക് അടക്കുകയാണെങ്കിൽ റിസർവ്സിനെ നോർമലി നമ്മൾ എന്ത് ചെയ്യണം, നോർമലി ആണെങ്കിൽ ഈ 5:3 എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ, ബട്ട് ഇവിടെ റിസർവ്സിന് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യണം. റിസർവ്സിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ നിന്ന് പോകാൻ പാടില്ല, അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ മെമ്മറാൻഡം രീതി ചെയ്യുക, അതായത് ആദ്യം ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലും പിന്നെ അത് നേരെ തഴുതിരിച്ചിട്ട് ന്യൂ പാർട്ട്നേഴ്സിന് ന്യൂ റേഷ്യോ രീതി കൊടുത്തു കഴിഞ്ഞാലും
വരും. മെമ്പറാലിറ്റി ചെയ്യുന്ന പോലെ. ഓക്കെ, എല്ലാ നാണയം ഗുഡ് വില്ല് ചെയ്യുന്നത് പോലെ നമ്മൾ ഗെയിനിങ് അല്ലെ, ഇതിപ്പം ബാലൻസ് ഷീറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആർക്കാ ഗെയിന് വരാം? പുതുതായിട്ട് വരുന്ന സെഡിന് ഗെയിന് വരും. അതായത് ഈ 60,000ന്റെ അതായത് ഇനി മുതൽ 1/5 ആയ 12,000 ആർക്ക് അവകാശപ്പെട്ട പോലെയാവും? സെഡിന് അവകാശപ്പെട്ട പോലെയാവും. ബട്ട് അത് സെഡിനപ്പം അതൊരു ഗെയിൻ ആണ്. അപ്പൊ അത് കാരണം എക്സിനും വൈക്കും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ 5:3 എന്ത് സംഭവിക്കും? ഇതിന് ലോസ് സംഭവിക്കും. അപ്പൊ 12,000ന്റെ 5:3 എന്ന് പറയുമ്പോൾ 5:3 എന്ന് പറയുമ്പോൾ 7,500 ലോസ് ആർക്ക് വരും? എക്സിനും വരും അല്ലെ. 7,500 ലോസ് എക്സിനും 4,500 എന്ന് പറഞ്ഞ പോർഷന് ആർക്കും നഷ്ടപ്പെടും? ആർക്ക് നഷ്ടപ്പെടും? വൈക്കും നഷ്ടപ്പെടും അല്ലെ ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഈ 12,000 ഇപ്പോഴേ സെഡിന്റെ ക്യാപിറ്റൽ നിന്ന് ആർക്ക് കൊടുത്താൽ മതി? എക്സിന് വൈന്റെ ക്യാപിറ്റൽ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് സെറ്റ് കൊണ്ടുവരുന്നുണ്ട് അല്ലെ, സെറ്റ് കൊണ്ടുവരുന്നുണ്ട് എത്ര? അത് നമ്മൾ ആദ്യം കാണിക്കണം. എന്നാലും ക്യാപിറ്റൽ നിർത്തി കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ അല്ലെ. സെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 80,000 ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ സെറ്റിന്റെ ക്യാപിറ്റലിലേക്ക്, അതായത് ഞാൻ പറഞ്ഞു പുതുതായിട്ട് എന്തെങ്കിലും പെർമനന്റ് ആയിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ മെയിൻ ക്യാപിറ്റലും ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചാൽ മതി കറണ്ട്. അപ്പം സെറ്റ് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് അല്ലെ, ബാങ്ക് വഴി ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് എത്ര? 80,000 എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. അത് ആദ്യം കാണിച്ചു. അതിനുശേഷം നമുക്ക് എന്താ, ഞാൻ ഈ പറഞ്ഞ റിസർവ്സിന്റെയും റീവാലുവേഷന്റെയും ഗുഡ് വില്ലിന്റെ കാര്യങ്ങൾ കാണിക്കാം. അപ്പൊ റിസർവ്സിന്റെ കേസിൽ നമ്മൾ എന്താ തീരുമാനിച്ചത്? സെഡിന്റെ ക്യാപിറ്റലിൽ നിന്ന് എത്ര എടുക്കണം? 12,000 എടുത്തിട്ട് 7,500 എക്സിനും 4,500 ആർക്കും കൊടുക്കുക? വൈക്കും കൊടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തീരുമാനിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, സെഡിൻ അതായത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ കാണിച്ചാൽ മതി. കറണ്ട് അക്കൗണ്ടിൽ കാണിക്കാം. അപ്പൊ സെഡിന്റെ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ കുറക്കണം. സെഡിന്റെ ക്യാപിറ്റലിൽ നിന്ന് റിസർവ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചിട്ട് ആർക്ക് കൊടുക്കണം? എക്സിനും വൈക്ക്. അപ്പൊ സെഡിന്റെ ക്യാപിറ്റൽ നിന്ന് കുറക്കാണ്. ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? എക്സിനും വൈ. ഇത് എന്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ? റിസർവ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. എത്ര മൊത്തം കുറക്കണം? 12,000 അല്ലെ. 12,000 സെഡിന്റെ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതിന്റെ ക്രെഡിറ്റ് ആയിരിക്കാൻ വേണ്ടി ഇതേ അക്കൗണ്ടിൽ തന്നെ കാണിക്കണ്ടേ അല്ലെ. ബൈ സെഡ് കാരണം ആർക്ക് കിട്ടും? 7,500 എക്സിനും 4,500 ആർക്കും കിട്ടിയ പോലെ കാണിക്കാം, വൈ കിട്ടിയ പോലെ കാണിക്കാം. അപ്പൊ ഇതിന്റെ കേസ് കംപ്ലീറ്റ് ആയി, റിസർവ്സിന്റെ കേസ് കംപ്ലീറ്റ് ആയി. ഇതേപോലെ തന്നെ ഗുഡ്വിന്റെ കേസിനും സെഡിന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എക്സ് ആൻഡ് വൈക്ക് തന്നെ കൊടുക്കണ്ടേ. എത്ര തന്നെ ഡെബിറ്റ് ചെയ്യണ്ടേ? 12,000 തന്നെ അവിടുന്ന് വീണ്ടും എടുക്കുക. എന്നിട്ട് അത് സെഡ് കാരണം ആർക്കൊക്കെ കിട്ടും? അതേ സെയിം കാൽക്കുലേഷൻ തന്നെ വരും. ഞാൻ ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാണിക്കാം. കാരണം ഇവിടെ രണ്ടും കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചാണ്. ഗുഡ്വിന്റെ വാല്യൂ 60,000 ആയിരുന്നു, റിസർവ്സിന്റെ വാല്യൂ എത്രയായിരുന്നു? 60. അപ്പം ഇതിന്റെ രണ്ടിന്റെയും സെഡിന്റെ ഷെയർ നോക്കുന്ന സമയത്ത് എത്ര തന്നെ കിട്ടും? 12,000 അല്ലെ. അതിന്റെ സാക്രിഫൈസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 7,500 4,000 ഇതേ സെയിം കാൽക്കുലേഷൻ തന്നെയാണ് വരിക. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ റിസർവിന് വേണ്ടിയിട്ട് ഒരു 12,000 സെഡ് എടുത്തു, അത് രണ്ടും ആർക്ക് കൊടുത്തു? എക്സിനും വൈക്കും എന്ന രീതിയിൽ കൊടുത്തു. അതേപോലെ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്തു? 12,000 വീണ്ടും സെഡിന്റെ ക്യാപിറ്റലിൽ നിന്ന് എക്സിനും വൈക്കും വേണ്ടിയിട്ട് എടുത്തു. എന്നിട്ട് ആ സെഡ് കാരണം അത് രണ്ടും കിട്ടിയ പോലെ കാണിച്ചു, ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? റീവാലുവേഷൻ ചെയ്യണം അല്ലെ. റീവാലുവേഷൻ കേസിന് എന്താ പറഞ്ഞത്? റീവാലുവേഷൻ അക്കൗണ്ട് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചോ? പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വരക്കാം അല്ലെ. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് എന്താ ഫസ്റ്റ് പറയുന്നത്? പ്ലാന്റ് ആൻഡ് മിഷനറി വാല്യൂ ചെയ്യണം. 46,000 വാല്യൂ ചെയ്യണം. ഇവിടെ 50. അപ്പൊ 4,000 ലോസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ പ്ലാന്റ് ആൻഡ് മിഷനറി കുറക്കാനാണ് പറയുന്നത്. എത്ര? പ്ലാന്റ് ആൻഡ് മിഷനറി 4,000 എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? 4,000 എന്ത് ചെയ്യണം? കുറക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല, സോറി, സ്റ്റോക്ക് അറ്റ് എത്ര? 96,000. സ്റ്റോക്ക് എത്രയിൽ വാല്യൂ ചെയ്യാനാ പറയുന്നത്? 96,000ലേക്കാണ് സ്റ്റോക്കിന്റെ കറന്റ് വാല്യൂ എത്ര? 90 ആണ്. അപ്പൊ 6,000 എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അവിടെ സ്റ്റോക്ക് 6,000 ലാഭമാണ്, പ്രോഫിറ്റ് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താ? അത് കഴിഞ്ഞു. ക്രെഡിറ്റർ 6,000 is dead and nothing is likely to be paid. അതായത് ഒരു ക്രെഡിറ്റർ മരണപ്പെട്ടു, ഡെത്ത് സംഭവിച്ചു. പക്ഷെ നിങ്ങൾക്ക്, അതായത് നമ്മക്കത് കാരണം എന്താ? ലാഭമാണ്. പക്ഷെ എന്നാൽ നമ്മൾ അങ്ങനെ ഒരാൾ ദുഃഖത്തിൽ നമ്മൾ അങ്ങനെ ഇതാക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ 6,000 അല്ലെ. 6,000 നമുക്ക് എന്താ? അതായത് ക്രെഡിറ്ററിന് 6,000 അയാൾ മരിച്ചതാണ് കൊടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലാബിലിറ്റി കുറഞ്ഞു കിട്ടി, അത് ലാഭമല്ലേ. ഓക്കെ, ക്രെഡിറ്റർ കുറഞ്ഞു കിട്ടി. എത്ര? ഒരു ക്രെഡിറ്റർ, സൺഡ്രി ക്രെഡിറ്റർ കുറഞ്ഞു കിട്ടി. എത്ര? 6,000 അവിടെയും കുറഞ്ഞു കിട്ടി. ക്ലിയർ അല്ലേ?
ഓക്കെ. അപ്പം രണ്ട് അല്ല, ഒരു സ്ഥലത്ത് 6000 ഇത് കാരണം കൂടി, അതേപോലെ ഇവിടെ ഒരു 4000 കുറഞ്ഞ്, ഇതുകൂടി ലാഭമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ടോട്ടൽ നോക്കുകയാണെങ്കിൽ റീവാലുവേഷനിൽ മൊത്തം വന്ന ലാഭം 12,000 ആണ്. അതിൽ 4,000 നഷ്ടം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? 8,000 പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ. ഇത് ആർക്ക് മാത്രം? ഓൾഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും, എക്സും വൈക്കും അവർ ഓൾഡ് റേഷ്യോ ചെയ്ത് 5:3 അല്ലെ. അപ്പം അതിന്റെ 5,000 എക്സിനും പോകും, 3,000 ആയിരിക്കും പോകും, വൈക്കും പോകും. ഓക്കെ. അപ്പൊ പറഞ്ഞു ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഏത് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി? ഏത് കറന്റ് അക്കൗണ്ടിൽ കാണിക്കാം അല്ലെ. അപ്പൊ റീവാലുവേഷൻ കാരണം അല്ലെ, റീവാലുവേഷൻ കാരണം എത്ര 5,000 കൂടുന്നുണ്ട്, അതേപോലെ 3,000 കൂടുന്നുണ്ട്. ആർക്കില്ല സെഡിന് ഇവിടെ ഒന്നില്ല. ഓക്കെ. പിന്നെ ഇതിലെ സെഡിന്റെ കറന്റ് അക്കൗണ്ട് എന്നാണ്, അങ്ങനെ കറന്റ് തന്നെ കൊടുത്തോ. എക്സിന്റെയും വൈന്റെയും കറന്റ് ആണ് ഇത്, എക്സിന്റെയും വൈന്റെ കറന്റ് അക്കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലേ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, നോർമൽ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനം എന്ത് ചെയ്യാൻ പറഞ്ഞു? സെഡിന്റെ ക്യാപിറ്റലിനെ ബേസ് ആക്കിയിട്ട് മറ്റുള്ള എല്ലാവരുടെ അക്കൗണ്ടിനും എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? പ്രൊപ്പോർഷനേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇവിടെ 2 ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട് നമുക്ക് അല്ലെ, 2 ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ എത്ര ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്യാപിറ്റൽ അക്കൗണ്ടിനെ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൊപ്പോർഷനേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ മീൻസ് ആ ക്യാപിറ്റലിന്റെ ബാലൻസിനെ ഏത് റേഷ്യോയിലേക്ക് മാറ്റാം? പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലേക്ക് മാറ്റാം. ഇപ്പൊ മെയിൻ അക്കൗണ്ടിനെ ഇപ്പൊ നോർമലി ആണ് ചെയ്യേണ്ടതെങ്കിൽ രണ്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി? ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ. അങ്ങനെയാണ് എക്സിന്റെ മെയിൻ അക്കൗണ്ട് ബാലൻസ് 80,000, വൈൻ്റെത് 60,000, സെഡിന്റെ എത്ര വരും? 80,000 വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യാ? കറന്റ് അക്കൗണ്ടിൽ ജസ്റ്റ് ബാലൻസ് ചെയ്ത് വെക്കാം. ഓക്കെ. എക്സിൽ ജസ്റ്റ് 5,000, 7,500, 7,500 രണ്ടും കൂടി എന്ത് ചെയ്യാം? ആഡ് ചെയ്താൽ മതി അല്ല. ഇതെല്ലാം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെഡിന്റെ എത്ര വരും? 25,000 ബാലൻസ് ക്യാരി ഡൗൺ വരും. ഓക്കെ. അതേപോലെ വൈൻ്റെ നോക്കി കഴിഞ്ഞാൽ 5,000, 6,000 അല്ലെ. അതേപോലെ തന്നെ ഒരു 4,500 അങ്ങനെ നോക്കുകയാണ് 18,000 വരും. ഇതേപോലെ ആരെയും ബാലൻസ് ചെയ്യാം? സെഡിനെയും ബാലൻസ് ചെയ്യാം. ബട്ട് ഇവിടെ എന്താ പറഞ്ഞത്? പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 2 അക്കൗണ്ടിന് പ്രൊപ്പോർഷനേറ്റ് ചെയ്യേണ്ട ആരെ മാത്രമാണ്? മെയിൻ അക്കൗണ്ടിനാണ് പ്രൊപ്പോർഷനേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ ഇപ്പം ഇപ്പോഴുള്ള മെയിൻ അക്കൗണ്ട് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? എക്സിനും സെഡിനും ഒരേ എമൗണ്ട്, വൈക്ക് എത്ര? 60,000 ആണ്. അങ്ങനെയല്ല, ഇതിപ്പം ഇവരെ പുതിയ പ്രൊഫഷണൽ റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, എത്ര? 5:3:2. ആ റേഷ്യോയിലേക്ക് എന്താവണം? ഇത് കൺവേർട്ട് ആവണം. അതായത് ഇതിന്റെ ക്യാപിറ്റലിന്റെ ബാലൻസും അതേ റേഷ്യോയിലായിരിക്കണം, 5:3:2. ഓക്കെ. അപ്പം ഇതിലൊരു പ്രശ്നം വന്നു, എങ്ങനെ ഇത് റേഷ്യോയിലേക്ക് ആക്കാം? അപ്പൊ എന്താ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? സെഡിന്റെ ക്യാപിറ്റൽ എന്താക്കാം? ബേസ് ആക്കി വെക്കാം. അപ്പൊ സെഡിന്റെ ക്യാപിറ്റൽ എത്ര? 80,000. ഇത് ബേസ് ആയിട്ട് വെക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ബേസ് ക്യാപിറ്റൽ എന്ത് പറഞ്ഞു? ഓക്കെ. ബേസ് ക്യാപിറ്റൽ എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലെ. എത്ര? 80,000. അയാളെ ഷെയർ എത്ര? 5:3:2 അല്ലെ. സെഡിന്റെ ഷെയർ എത്ര? 5:3:2. അപ്പം 2 ആണ് ആരുടെ ഷെയർ? സെഡിന്റെ ഷെയർ. ഓക്കെ. അപ്പം 2 അല്ലെ, 2 ഷെയർ ഉള്ള ആളെ ക്യാപിറ്റൽ എത്ര ഉള്ളത്? 80. അതിന്റെ ബേസ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഷെയറിന്റെ വാല്യൂ എത്ര വരിക? 80,000 ഡിവൈഡ് ബൈ 2. അപ്പൊ എത്ര വരും? 40,000 ആണ് ഒരു ഷെയർ ഉള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എക്സിന്റെ പോർഷൻ എത്ര വരിക? എക്സിന് മൊത്തം എത്ര ഷെയർ ഉണ്ട്? എക്സിന് എത്ര മൊത്തം ഷെയർ? 5 ഉണ്ട്. അപ്പൊ എക്സിന്റെ ക്യാപിറ്റൽ എത്ര വരണം? ഈ 40,000 ഇൻറ്റു 5 വെച്ചിട്ട് വരണം. അപ്പൊ എത്ര വരും? 2 lakh ആയിരിക്കണം എക്സിന്റെ ബാലൻസ് വരേണ്ടത്. വൈന്റെ ബാലൻസ് എത്ര? ഈ 40,000 3 അല്ലേ, ഇൻറ്റു 3. അപ്പൊ എത്ര? 1,20,000 വേണം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ സെഡിന്റെ ഓൾറെഡി നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 40,000 ഇൻറ്റു 2, അത് എത്ര വരും? 80,000. അത് ഓൾറെഡി ബേസ് ആക്കി വെച്ചതാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഒരു ഷെയറിന്റെ വാല്യൂ എത്ര? അപ്പൊ 2 ഷെയർ ഉള്ള ആളെ ക്യാപിറ്റലിനാണ് ബേസ് ആയിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞത്. ആ ക്യാപിറ്റൽ ബാലൻസ് ഫിഗർ എത്ര? 80,000. കാരണം ആ ബേസ് ആയിട്ട് പറഞ്ഞ ആളെ ക്യാപിറ്റൽ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പൊ എത്ര? 80,000. അതിനെ ബേസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ 2 ഷെയറിനാണ് 80,000. അപ്പൊ ഒരു ഷെയറിന് എത്രയായിരിക്കും? 40 ആണ് വേണ്ടത്. അപ്പൊ എക്സിന് മൊത്തം 5 ഷെയർ ഉള്ളതുകൊണ്ട് അപ്പൊ എത്ര മൊത്തം ഉണ്ടാവണം? 2 lakh അല്ലെ. വൈക്ക് മൊത്തം 3 ഉള്ളതുകൊണ്ട് എത്ര ആയിരിക്കണം? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ ബാലൻസിങ് ഫിഗർ എത്ര ആയിട്ട് കിട്ടണം? 2 lakh ആയിട്ട് കിട്ടണം. വൈന്റെ ബാലൻസ് ഫിഗർ എത്ര ആയിട്ട് കിട്ടണം? 1,20,000 ആയിട്ട് കിട്ടണം. ഓക്കെ. നമുക്കറിയാം എക്സിന്റെ ക്യാപിറ്റൽ ഇപ്പൊ എത്രയേ ഉള്ളൂ? 80,000 ഉള്ളൂ. അപ്പൊ 2 lakhiലേക്ക് എത്തണമെങ്കിൽ ഇവിടെ എത്രയും കൂടി എമൗണ്ട് വരണം? ഇവർ 1,20,000 കൂടി ക്രെഡിറ്റ് ആയി കഴിഞ്ഞാലേ ബാലൻസ് എത്ര കിട്ടുള്ളൂ? 2 lakh. അപ്പൊ നമുക്ക് നോർമലി
ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ആ ഷോർട്ടേജ് ഉള്ള എമൗണ്ട് 1,20,000 അവർ എന്ത് വഴി കൊണ്ടുവന്നു? ബാങ്ക് വഴി പൈസ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ കുറേ ഉണ്ട് എന്ന് വിചാരിക്കും. എക്സിന്റെ വാല്യൂ ഒരു 3 lakh ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ കുറയില്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് എത്ര മതി? 2 lakh. അപ്പൊ 1 lakh കുറയണം. അപ്പൊ ഒന്നും പറയുന്നില്ല എന്നാണ് ഞാൻ എക്സ്ട്രാ ഉള്ള 1 lakh എന്ത് ചെയ്ത പോലെ കാണിച്ചാൽ മതി. 1 lakh ബാങ്ക് വഴി അവർ എടുത്തു പോയ പോലെ കാണിക്കാം. അപ്പൊ അങ്ങനെയാണ് നോർമലി പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്ന സമയത്ത് ആരെയാണോ ബേസ് ആയിട്ട് പറയുന്നത് അവരെ ഫിഗർ എന്ത് ചെയ്യുക? ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവരെ പിടിക്കുക. അപ്പൊ അവരെ ബാലൻസിങ് ഫിഗർ കിട്ടും. എന്നിട്ട് ആ ബാലൻസ് ഫിഗറിന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് കുറവാണെങ്കിൽ ആ പൈസ ബാങ്ക് വഴി വന്നതുപോലെ കാണിക്കണം. ഇവിടെ കുറവല്ലേ, അപ്പൊ 1,20,000 വന്ന പോലെ കാണിക്കാണ് വേണ്ടത്, ഒന്നും പറയുന്നില്ലെങ്കിൽ. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ആ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്ന സമയത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ, ഏത് ത്രൂ കാണിക്കാനാ പറഞ്ഞത്? കറന്റ് അക്കൗണ്ട് ത്രൂ ആണ് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ ഡിഫറൻസ് ഏത് അക്കൗണ്ടിലേക്കാ പോകണ്ടേ? എക്സിന്റെ ഡിഫറൻസ് എക്സിന്റെ കറന്റ് അക്കൗണ്ടിലേക്ക് പോകണം. എത്ര? 1,20,000. ഓക്കെ, അപ്പൊ അതേപോലെ അത് ഇവിടെ എക്സിന്റെ ഇവിടെ ക്രെഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നേരെ എവിടെ വരും? ഡെബിറ്റിൽ വരും അല്ലെ? അപ്പൊ 2 എന്ത് സംഭവിക്കും? എക്സിന്റെ കറന്റ് അക്കൗണ്ട് നടത്തുക. അപ്പൊ എക്സിന്റെ മെയിൻ അക്കൗണ്ട് എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എക്സിന് എന്ത് കുറയുന്നുണ്ട്? 1,20,000 കുറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എക്സിന്റെ ബാലൻസ് ഫിഗർ ഇതായിരിക്കില്ല, അപ്പൊ ഇത് വ്യത്യാസം വരും അല്ലെ? അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ഫിഗർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇവിടെ ഈ ഫിഗർ ചെയ്യാൻ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്ത് ത്രൂ ആ? കറന്റ് അക്കൗണ്ട് ത്രൂ ആയത് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പൈസ ബാങ്ക് വഴി വന്നതായിട്ട് കാണിക്കണം. ഓക്കെ, ഇനി അതേപോലെ എന്താ? വൈക്ക് 1,20,000 ആണ് ബാലൻസ് വേണ്ടത്. ഇവിടെ 60 ഉള്ളു. ഇനി എത്ര വേണം? ഒരു 60,000 കൂടി വേണം അല്ലെ? അപ്പൊ അത് എവിടുന്ന് എടുത്ത പോലെ കാണിക്കും? വൈന്റെ കറന്റ് അക്കൗണ്ട് എടുത്ത പോലെ കാണിക്കും. എത്ര? 60,000. ഓക്കെ, ഇവിടെ പിന്നെ സെറ്റിന് അത് ആവശ്യമില്ല. ഓക്കെ, ടു വൈന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ത്രൂ എത്ര വൈക്ക് എടുത്തിട്ടുണ്ട്? 60,000 എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പൊ ഇവിടെ എന്തായി? മെയിൻ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ആയി 5:3:2 റേഷ്യോയിലേക്ക് ഇത് കൺവേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് കൺവേർട്ട് ആക്കാൻ ആവശ്യമുള്ള ഫിഗർ ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തു? കറന്റ് അക്കൗണ്ടിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ട് കറന്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇനി എന്ത് ചെയ്യുക? കറന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പൊ വൈക്ക് അപ്പോൾ ഡെബിറ്റ്സ് ക്രെഡിറ്റ് സൈഡ് കൂട്ടിയ 5,000 പ്ലസ് 7,500 പ്ലസ് 7,500 പ്ലസ് 5,000 ഡെബിറ്റിൽ ഒരു 12,000 ഉണ്ട്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിന് എത്ര ഉള്ളൂ? 13,000 ബാലൻസ് ഉള്ളൂ. ക്ലിയർ അല്ലേ? അതേപോലെ വൈൻ്റെ കേസിൽ 6,000 പ്ലസ് 4,500 പ്ലസ് 4,500 പ്ലസ് 3,000. അതേപോലെ തന്നെ അയറ്റുന്നൊരു മൈനസ് എത്രയുണ്ട്? ഒരു 60,000 അല്ലേ? 60,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഫിഗർ ആണ് വരിക. ഓക്കെ, അപ്പൊ ബാലൻസ് ഫിഗർ മൈനസ് ആ വന്നത്. അപ്പൊ മൈനസ് വന്നു കഴിഞ്ഞാൽ ഏത് സൈഡിൽ കാണിക്കണടാ? ഈ സൈഡിലാണ് ബാലൻസ് വരിക. അപ്പൊ ഈ ബാലൻസ് ക്യാരിഡ് ആണ് എത്ര വരും? 42,000 നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരിക അല്ലെ? ഈ സൈഡ് കൂട്ടിയിട്ട് ഇത് കുറച്ചപ്പോ ഈ സൈഡാണ് ബാലൻസ് ഉള്ളത് അല്ലെ? അപ്പൊ കറന്റ് അക്കൗണ്ടിൽ ആ സൈഡിൽ ബാലൻസ് വരാം, ക്യാപിറ്റലിന് വരാം. ഇവിടെ ഇതല്ലേ 1,20,000 അല്ലേ? അപ്പൊ ഇവിടെയും വ്യത്യാസം വരും അല്ലെ? 5,000 ഞാൻ 12,000 ആണ് കുറച്ച്. അപ്പൊ അങ്ങനെയാണ് ഇവിടെയും ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് വരും. എത്ര? 95,000 അല്ലേ? ഓക്കെ, അടുത്തല്ലേ? ക്ലിയർ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഫൈനലി സെറ്റിന് കേസ് നോക്കാം. സെറ്റിന് ഇപ്പുറം ഒന്നില്ല, ഇപ്പുറം മാത്രമേ ഉള്ളൂ. രണ്ടും കൂടി സെറ്റിന്റെ ഇപ്പുറം തന്നെ എത്ര? 25,000 ബാലൻസ് ഫിഗർ വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് പ്രൊപ്പോർഷനേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് അതിനുശേഷം ഫൈനലി ക്യാപിറ്റലിനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുക? ഒരാളെ ബേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടോട്ടൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ഫിഗർ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സ്ട്രാ അഡീഷണലി വേണ്ടത് അത് നോർമലി ബാങ്ക് വഴി വന്നതായിട്ട് കാണിക്കുക. ഇവിടെ കറന്റ് അക്കൗണ്ട് ത്രൂ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ആ വേണ്ടുന്ന ഫിഗർ എവിടെ നിന്ന് എടുത്തു? കറന്റ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതേപോലെ കുറച്ച് കേസസ് ഉണ്ട്. അതേപോലെ ഇനി അങ്ങോട്ടേക്ക് എന്തുണ്ട്? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് ഗുഡ് വിൽ ഫൈൻഡ് ചെയ്യുന്ന രീതിയിലുണ്ട്. അപ്പൊ ഗുഡ് വിൽ ഫൈൻഡ് ചെയ്യുന്ന രീതിയിൽ ചില അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഗുഡ് വിൽ ഫൈൻഡ് ചെയ്യുന്ന രീതിയിൽ, അതായത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗുഡ് വിൽ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. വെയ്റ്റഡ് ആവറേജ്, സിമ്പിൾ ആവറേജ് മെത്തേഡ് ഒക്കെ ഇപ്പൊ ഇവിടെ എടുത്ത് പറഞ്ഞു വെയ്റ്റഡ് ആവറേജ് ആണെന്ന്. ചില ക്വസ്റ്റനിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗുഡ് വിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയാം. അവിടെ ആവറേജ് മെത്തേഡ് സിമ്പിൾ ആണോ വെയ്റ്റഡ് ആണോ എന്ന് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യില്ല.
അപ്പം സിമ്പിൾ ആണോ അല്ലെ വെയിറ്റഡ് ആണോ എന്ന് എങ്ങനെ പറയാന്നുള്ളതൊക്കെ ഞാൻ എവറിത്തിങ് ഈ രീതിയിലൊക്കെ എങ്ങനെയാണ് ക്യാപിറ്റൽ ഫൈൻഡ് അല്ല ഗുഡ് വിൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിലുണ്ട്. അത് ജസ്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് റെഡിയാക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിമിനാണ്. ഗുഡ് വിൽ കണ്ടുപിടിക്കുക, എന്നിട്ട് ഗുഡ് വില്ലിനെ കണ്ടുപിടിച്ച് അതിൽ പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ ഷെയർ എത്രയാന്നുള്ളത് നോക്കുക. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ. പിന്നെ അബ്നോർമൽ ഐറ്റം ഗുഡ് വിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് അബ്നോർമൽ ഐറ്റംസ് വന്നതിന് എന്തൊക്കെ ചെയ്യണം, അതൊക്കെ എവറിത്തിങ് അതിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാം. ഈ PDF വേണമെങ്കിലും എന്ത് ചെയ്യുക, ചോദിക്കാം. കാരണം ഇതെല്ലാം കൃത്യമായിട്ട് ഒരു ഓർഡറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ഒരു ഓർഡറിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ആ രീതിയിൽ ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, യാ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഓവറോൾ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ടൊരു വേണ്ടുന്ന ബേസിക് ഐഡിയ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ് പോലെ ഞാൻ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടുന്നവരും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടവർ എന്ത് ചെയ്യുക, എനിക്ക് ഇതിൽ കമന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് അതൊക്കെ റെഡിയാക്കാം. ഓക്കെ.